ഹരി ഓം. എല്ലാവർക്കും വിഷു ആശംസകൾ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. നരകവൈരിയമരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമേശോഭയം കരുതിക്കൂപ്പുന്നിൻ അരുകിൽ ഉണ്ണി കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലോതി ചിലഞ്ചിലേയെന്നോ കിളങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടറയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പലതും ഭാഷിക്കും നീലക്കാർ വർണ്ണ കണി കാണാൻ. യതിരേ ഗോവിന്ദനറുകെ വന്ന് എതിരെ ഗോവിന്ദനറുകെ വന്ന് പുതുമയായുള്ള വചനങ്ങൾ മധുരമാമണ്ണം പറഞ്ഞും താൻ മന്ദ സ്മിതവും തൂകീവാ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു വാ കൃഷ്ണ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി
കനകകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞുവ ഉണ്ണി കണികാനാൻ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവർക്കും ഒരു നവവത്സര ആശംസകൾ. നമ്മുടെ പഴയ സമ്പ്രദായ പ്രകാരം മലബാറിലെ നവവത്സരം 1956 വരെ അല്ലേ, കേരളപ്പിറവി വരെ. 1950 അല്ലേ കേരളപ്പിറവി? അതെ, 1950 വരെ മലബാറിലെ നവവർഷം ആരംഭിക്കുന്ന ദിവസമായിരുന്നു. അതിനു മുമ്പ് അത് കഴിഞ്ഞ് പിന്നെ കേരളമായപ്പോൾ കൊല്ലവർഷം ആയി. ചിങ്ങമാസം മുതൽക്കുള്ള കൊല്ലവർഷം. എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ന്യൂ ഇയർ. വിഷുബലം എല്ലാവർക്കും നല്ലതായി വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. നാരായണ. എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുന്ന അവസ്ഥയാണ്. മക്കളും പേരക്കുട്ടികളും ബന്ധുക്കളും ഒക്കെ അത്യാവശ്യമൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഇടയായിട്ടുണ്ടാവും. വീടുകളിലൊക്കെ അതിഥികളുണ്ടാവും. എല്ലാവർക്കും ആശംസകൾ. നമുക്ക് മധുരാഷ്ടകം കൂടി ചൊല്ലിയിട്ട് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഓം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം വേണോർമധുരോ രേണോർമധുരഃ പാണിർമധുരഃ പാദൗ മധുരൗ നൃത്യം മധുരം സഖ്യം മധുരം നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം
മധുരാധിപതേരഖിലം മധുരം ഗുഞ്ചാ മധുരാ മാലാ മധുരാ യമുനാ മധുരാ വീചി മധുരാ സലിലം മധുരം കമലം മധുരം സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീ മധുരാ ലീലാ മധുരാ യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുരാ ഗാവോ മധുരാ യഷ്ടിർമധുരാ സൃഷ്ടിർമധുരാ ദളിതം മധുരം ഫലിതം മധുരം ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം അഖിലം മധുരം അഖിലം മധുരം. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. വീണ്ടും വീണ്ടും വിഷു ആശംസകൾ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. ഏവർക്കും സുസ്വാഗതം സുസ്വാഗതം. നാരായണ. താങ്ക് യു. നാരായണ. അപ്പോ ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിലെ 16-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. മഹാബലി ചരിതം 15-ാം അധ്യായം മുതൽക്ക് ആരംഭിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് ഈ അധ്യായം അതിഥിയുടെ സങ്കടവും കശ്യപ മഹർഷിയുടെ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണവും അതിന് അതിഥി തന്റെ സങ്കടം അവതരിപ്പിക്കുന്നതും അതിന് പ്രതിവിധിയായിട്ട് കശ്യപ പ്രജാപതി ഭഗവാനെ ഭജിക്കാനായി പയോവ്രതം എന്നുള്ള 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതത്തിന്റെ വിധി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതിനേക്കാൾ ഏറ്റവും വിശേഷപ്പെട്ടത് അതിഥിയും കശ്യപനുമായിട്ടുള്ള ഒരു സംവാദമുണ്ട്. അത് സനാതനധർമ്മത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒരു അവതരണമാണ്. ഒരു ഗൃഹസ്ഥയുടെ ധർമ്മത്തെക്കുറിച്ചാണ് അതിൽ വളരെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒരു ഗൃഹസ്ഥയ്ക്ക് തന്റെ ധർമ്മം വേണ്ടതുപോലെ അനുഷ്ഠിക്കാൻ കഴിയാതിരുന്നാൽ അത് ദുഃഖത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ധർമ്മം അനുഷ്ഠിക്കാതിരുന്നുവോ ദേവി എന്നാണ് കശ്യപ പ്രജാപതി ഓരോന്നോരോന്നായി എടുത്ത് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായി അതിഥി ദേവി പറയുന്നു, ഞാൻ അങ്ങനെയുള്ള എൻ്റെ
ധർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടില്ല. ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എൻ്റെ മക്കളുടെ ദുഃഖമാണ്. എൻ്റെ മക്കൾക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ട് സ്ഥാനഭ്രഷ്ടരായി പ്രച്ഛന്ന വേഷധാരികളായി എന്നെ പോലും വന്ന് കാണാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ അവരിങ്ങനെ അലഞ്ഞു തിരിയുന്നു. അത് അറിയുമ്പോൾ ഏതമ്മയാണ് സ്വസ്ഥയായിരിക്കുക, സന്തോഷമായിരിക്കുക? അതുകൊണ്ട് എൻ്റെ മക്കളുടെ ആ ദുഃഖം തീർത്തു തരാനുള്ളതായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു സംവാദം നമുക്ക് വായിക്കാം, എന്നിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ഷോഡശോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിതിസ്തദാ ഹൃതേ ത്രിവിഷ്ടവേ ദൈത്യഃ പര്യതപ്യതനാധവത്. ഹൃദേ ത്രിവിഷ്ടവേ ദൈത്യൈഃ പര്യതപ്യതനാധവത്. ഏകദാ കശ്യപസ്തസ്യ ആശ്രമം ഭഗവാനഗാത്. നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരാത്. സപത്നീം ദീനവദനാം കൃതാസനപരിഗ്രഹഃ. സഭാജിതോ യദാ ന്യായം ഇദമാഹ കുരുദ്വഃ. അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാഗതം. ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിനഃ. അപി വാ കുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി. ധർമ്മസ്യാർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹ്യയോഗിനാം. അപി വാദിതയോऽഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാദപൂജിതാ യാതാഃ പ്രത്യുത്ഥാനേന വാ ക്വചിത്. ഗൃഹേഷു യേഷു അതിതയോ നാർച്ചിതാ സലിലൈരപി യദി നിർയാന്തി തേ നൂനം ഭേരുരാജഗൃഹോപമാഃ. അപ്യഗ്നയസ്തു വേലായാം ന ഹുതാ ഹവിഷാ സതി. ത്വയോദ്വിഗ്നദിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിചിത്. യത്പൂജയാ കാമദുഘാൻ യാതി ലോകാൻ ഗൃഹാന്വിതഃ. ബ്രാഹ്മണോഗ്നിശ്ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം. അപി സർവേ കുശലിനഃ തവ പുത്രാ മനസ്വിനി. ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം. അതിതിരുവാച. ഭദ്രം ദ്വിജഗവാം ബ്രഹ്മൻ ധർമ്മസ്യാസ്യ ജനസ്യ ച. ത്രിവർഗസ്യ പരം ക്ഷേത്രം ഗൃഹമേധിൻ ഗൃഹായിമേ. അഗ്നയോതിതയോ ഭൃത്യാ ഭിക്ഷവോ യേ ച ലിപ്സവഃ. സർവം ഭഗവതോ ബ്രഹ്മൻ അനുദ്യാനാന്നരിഷ്യതി. കോ नु मे ഭഗവൻ കാമോ ന സമ്പദ്യേത മാനസഃ. യസ്യാ ഭവാൻ പ്രജാധ്യക്ഷ ഏവം ധർമാൻ പ്രഭാഷത്തെ. തവൈവ മാരീച മനഃശരീരജാഃ പ്രജാ ഇമാ സത്വരജസ്തമോജുഷഃ. സമോ ഭവാൻ താസു അസുരാദിഷു പ്രഭോ. തദാ വിഭക്തം ഭജതേ മഹേശ്വരഃ. തസ്മാദീശ ഭജന്ത്യാ മേ ശ്രേയശ്ചിന്തയ സുവ്രത. ഹൃദശ്രിയോ ഹൃദസ്ഥാനാൻ സപത്നൈ പാഹി നഃ പ്രഭോ. പരൈർവിവാസിതാ സാഹം മഗ്നാ വ്യസനസാഗരേ. ഐശ്വര്യം ശ്രീര്യശസ്ഥാനം ഹൃദാനി പ്രബലൈർമമ. തദാ യദാ താനി പുനഃ സാദോ പ്രപദ്യേരന്മമാത്മജാഃ. തദാ വിദേഹി കല്യാണം ദിയാ കല്യാണകൃത്തമ. ശ്രീശുക ഉവാച. ഏവമഭ്യർത്ഥിതോദിത്യാ കസ്താമാഹ സ്മയന്നിവ. അഹോ മായാബലം വിഷ്ണോഃ സ്നേഹബദ്ധമിദം ജഗത. ക്വ ദേഹോ ഭൗതികോ അനാത്മാ ക്വ ചാത്മാ പ്രകൃതേഃ പരഃ. കസ്യ കേ പതിപുത്രാദ്യാ മോഹ ഏവ ഹി കാരണം. ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം. സർവഭൂതഗുഹാവാസം വാസുദേവം ജഗദ്ഗുരും.
സവിധാസ്യതി തേ കാമാൻ ഹരിർദീനാനുകമ്പനഃ അമോഘാ ഭഗവദ്ഭക്തി നേതരേതി മതിർമമ. അതിതിരുവാച കേനാഹം വിധിനാ ബ്രഹ്മന്നുപസ്ഥാസ്യേ ജഗൽപതിം യഥാ മേ സത്യസങ്കൽപോ വിദധ്യാത് സമനോരഥം. ആദിശത്വം ദ്വിജശ്രേഷ്ഠ വിധിം തതുപധാവനം ആശു തുഷ്യതി മേ ദേവഃ സീദന്ത്യാഃ സഹ പുത്രകൈഃ. കശ്യപ ഉവാച ഏതന്മേ ഭഗവാൻ പൃഷ്ടഃ പ്രജാകാമസ്യ പത്മജഃ യദാഹതേ പ്രവക്ഷ്യാമി വ്രതം കേശവതോഷണം. ഭാൽഗുനശ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രതഃ അർച്ചയേദരവിന്ദാക്ഷം ഭക്ത്യാ പരമയാന്വിതഃ. സിനീവാല്യാമൃതാലിപ്യ സ്നായാത് ക്രോഡവിദീർണയ യദി ലഭ്യേത വൈ സ്രോതസി ഏതം മന്ത്രമുദീരയേത്. ത്വം ദേവ്യാദിവരാഹേണ രസായാസ്ഥാനമിച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ. നിർവർത്തിതാത്മനിയമോ ദേവമർച്ചേത് സമാഹിതഃ അർച്ചായാം സ്ഥണ്ഡിലേ സൂര്യേ ജലേ വന്നൗ ഗുരൗ അപി. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂതനിവാസായ വാസുദേവായ സാക്ഷിണി. നമോ വ്യക്തായ സൂക്ഷ്മായ പ്രധാനപുരുഷായ ച ചതുർവിംശദ്ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ. നമോ ദ്വിശീർഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ. സപ്തഹസ്തായ യജ്ഞായ ത്രൈവിദ്യാത്മനേ നമഃ. നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനി യോഗൈശ്വര്യശരീരായ നമസ്തേ യോഗഹേതവേ. നമസ്ത ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ. നാരായണായ ഋഷയേ നരായ ഹരയേ നമഃ. നമോ മരകതശ്യാമ വപുഷേ അധിഗതശ്രിയേ കേശവായ നമസ്തുഭ്യം നമസ്തേ പീതവാസസേ. ത്വം സർവവരദഃ പുംസാം വരേണ്യ വരദർഷഭ അതസ്തേ ശ്രേയസേ ധീരാഃ പാദരേണമുപാസത്തെ. അനുവർത്തന്തയം ദേവാഃ ശ്രീശ്ച തൽപാദപദ്മയോഃ സ്പൃഹയന്ത ഇവാഹന പുരസ്കൃതം. അർച്ചയേത് ശ്രദ്ധയാ യുക്തഃ പാദ്യോപസ്പർശനാദിഭിഃ. അർച്ചിത്വാ ഗന്ധമാല്യാദ്യൈഃ പയസാ സ്നപയേത് വിഭും. വസ്ത്രോപവീതാഭരണപാദ്യോപസ്പർശനൈസ്തതഃ ഗന്ധധൂപാദിഭിശ്ചാർച്ചേത് ദ്വാദശാക്ഷരവിദ്യയാ. ശ്രുതം പയസി നൈവേദ്യം ശാല്യന്നം വിഭവേ സതി. സസർപ്പിഃ സഗുഡം ദത്വാ ജുഹുയാന്മൂലവിദ്യയാ. നിവേദിതം തദ്ഭക്തായ ദദ്യാത് ഭുഞ്ജീതവാ സ്വയം. ദത്വാ ചമനമർച്ചിത്വാ താംബൂലം ച നിവേദയേത്. ജപേദഷ്ടോത്തരശതം സ്തുവീദസ്തുതിഭിഃ പ്രഭും. കൃത്വാ പ്രദക്ഷിണം ഭൂമൗ പ്രണമേദ്ദണ്ഡവന്മുദ. കൃത്വാ ശിരസി തച്ഛേഷാം ദേവമുദ്വാസയേത് തതഃ. ദ്യവരാൻ ഭോജയേത് വിപ്രാൻ പായസേന യഥോചിതം. ഭുഞ്ജീത തൈരനുജ്ഞാതഃ ശേഷം ശ്രേഷ്ഠഃ സഭാജിതൈഃ. ബ്രഹ്മചാര്യത തദ്രാത്ര്യാം ശ്വോഭൂതേ പ്രഥമേ ഹനി. സ്നാതഃ ശുചിര്യദോക്തേന വിധിനാ സുസമാഹിതഃ. പയസാ സ്നാപയിത്വാർച്ചേത് യാവത് വ്രതസമാപനം. പയോഭക്ഷോ വ്രതമിദം ചരേദ് വിഷ്ണ്വർച്ചനാദൃതഃ. പൂർവവജ്ജുഹുയാദഗ്നിം ബ്രാഹ്മണാംശ്ചാഭിഭോജയേത്. ഏവം ത്വഹരഃ കുര്യാത് ദ്വാദശാഹം പയോവ്രതഃ. ഹരേരാരാധനം ഹോമമർഹണം ദ്വിജതർപ്പണം. പ്രതിപദ്ദിനമാരഭ്യ യാവത് ശുക്ലത്രയോദശി. ബ്രഹ്മചര്യമതസ്വപ്നം സ്നാനം ത്രിശവണം ചരേത്. വർജയേദസദാലാപം ഭോഗാനുച്ഛാവജാംസ്തദാ. അഹിംസ്രഃ സർവഭൂതാനാം വാസുദേവപരായണഃ. ത്രയോദശ്യാമതോ വിഷ്ണോഃ സ്നപനം പഞ്ചകൈർവിഭോഃ. കാരയേത് ശാസ്ത്രദൃഷ്ടേന വിധിനാ വിധിഗോവിദൈഃ. പൂജാം ച മഹതീം കുര്യാദ് വിത്തശാഠ്യവിവർജിതഃ. ചരും നിരൂപ്യ പയസീ വിവിഷ്ടായ വിഷ്ണവേ.
ശ്രുതേന തേന പുരുഷം യജേത സുസമാഹിതഃ നൈവേദ്യം ചാദിഗുണവദ ദദ്യാത് പുരുഷതുഷ്ടിതം ആചാര്യം ജ്ഞാനസമ്പന്നം വസ്ത്രാഭരണധേനുഭിഃ തോഷയേത് ഋത്വിജശ്ചൈവ തദ്വിദ്യാരാധനം ഹരേഃ ഭോജയേത്താൻ ഗുണവതാ സദന്യേന ശുചിസ്മിതേ അന്യാംശ്ച ബ്രാഹ്മണാൻ ശക്ത്യാ യേ ച തത്ര സമാഗതാഃ ദക്ഷിണാം ഗുരവേ ദദ്യാത് ഋത്വിഭ്യശ്ച യദാർഹതഃ അന്നാദ്യേനാശ്വപാകാംശ്ച പ്രീണയേൽ സമുപാഗതാൻ ഭുക്തവൽസു ച സർവേഷു ദീനാന്തകൃപണേഷു ച വിഷ്ണോസ്തത്പ്രീണനം വിദ്വാൻ ഭുഞ്ജീത സഹ ബന്ധുഭിഃ നൃത്യവാദിത്രഗീതൈശ്ച സ്തുതിഭിഃ സ്വസ്തിവാചകൈഃ കാരയേത്തൽകഥാഭിശ്ച പൂജാം ഭഗവതോऽന്വഹം ഏതത്പയോവ്രതം നാമ പുരുഷാരാധനം പരം പിതാമഹേനാഭിഹിതം മയാ തേ സമുദാഹൃതം ത്വം ചാനേന മഹാഭാഗേ സമ്യക് ചീർണേന കേശവം ആത്മനാ ശുദ്ധഭാവേന നിയതാത്മാ ഭജാവ്യയം അയം വൈ സർവയജ്ഞാഖ്യഃ സർവവ്രതമിതി സ്മൃതം തപസ്സാരമിദം ഭദ്രേ ദാനം ജേശ്വരതർപ്പണം തയേവ നിയമാ സാക്ഷാത് തയേവ ച യമോത്തമാഃ തപോദാനം വ്രതം യജ്ഞോ യേന തുഷ്യത്യദോക്ഷജഃ തസ്മാദേതദ്വ്രതം ഭദ്രേ പ്രയതാ ശ്രദ്ധയാ ചര ഭഗവാൻ പരിതുഷ്ടസ്തേ വരാനാസു വിദാസ്യതി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അതിഥി പയോവ്രതകഥനം നാമ ഷോഡശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, വിഷു ആശംസകൾ, സുസ്വാഗതം. നാരായണ. മന്വന്തരാനുചരിതം 14 മന്വന്തരങ്ങളെക്കുറിച്ചും ചുരുക്കി പറഞ്ഞപ്പോൾ അതിൽ വൈവസ്വത മന്വന്തരത്തിലെ ഭഗവാന്റെ വാമനാവതാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചതായിട്ടുള്ള സന്ദർഭം ഓർത്തു വെച്ചുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ഭഗവാന്റെ ആ വാമനാവതാരം ധരിച്ച് യാചകനെ പോലെ ദീനനായി ചെന്ന് മഹാബലിയുടെ മുമ്പിൽ ചെന്നത് എന്തിന്? മഹാബലി 3 അടി മണ്ണ് യാചിച്ചിട്ടും കൊടുത്തിട്ടും പിന്നെന്തിന് അദ്ദേഹത്തെ ശിക്ഷിച്ചത്? ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ അവതരിപ്പിച്ചു, വിസ്തരിച്ച് കേൾക്കാൻ വേണ്ടി. അതിന് മഹാബലി ചരിതം പറയാൻ ആരംഭിച്ചു. 15-ാം അധ്യായത്തിൽ മരിച്ചുപോയ മഹാബലിയെ ശുക്രാചാര്യര് മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ജീവിപ്പിച്ചു. മറ്റസുരന്മാരെയും ജീവിപ്പിച്ച് വിശ്വജിത്ത് യാഗം കൊണ്ട് അദ്ദേഹത്തെ യജിപ്പിച്ചു. മഹാബലി ബ്രാഹ്മണർക്കൊക്കെ ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. അവരുടെയൊക്കെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ശക്തനായി തീർന്ന് യാഗാഗ്നിയിൽ നിന്ന് പൊങ്ങി വന്നതായിട്ടുള്ള രഥവും വില്ലും അമ്പുകളും ആവനാഴിയും ഒക്കെ ആയിട്ട് ദേവലോകം ആക്രമിക്കാൻ പുറപ്പെട്ടതും അദ്ദേഹത്തിന്റെ ആ പ്രഭാവം കണ്ട് ഇന്ദ്രൻ പേടിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവായ ബൃഹസ്പതിയോട് ചെന്ന് ചോദിച്ചതും ബൃഹസ്പതി ഇപ്പോഴുള്ള കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അസുരന്മാർക്ക് മേൽക്കൈയുള്ള സമയമാണ്, നിങ്ങൾക്ക് അവരെ ജയിക്കാനാവില്ല. ഗുരുക്കന്മാരുടെ ബ്രാഹ്മണരുടെ മുഴുവൻ അനുഗ്രഹം വാങ്ങിച്ച് അദ്ദേഹം ശക്തനായിരിക്കുകയാണ്. ഭഗവാൻ ഒഴിച്ച് വേറെ ആർക്കും അദ്ദേഹത്തെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ കാലം അനുകൂലമാവുന്നത് വരേക്കും ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അതനുസരിച്ച് ദേവന്മാര് സ്വർഗം വെടിഞ്ഞ് പ്രച്ഛന്ന വേഷധാരികളായി ഭൂമിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി.
മഹാബലി സ്വർഗലോകം പിടിച്ചടക്കി അവിടെ ഇരുന്നു കൊണ്ട് 3 ലോകങ്ങളെയും ഭരിച്ചു. 100 അശ്വമേധയാഗങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ യജിപ്പിച്ചു ശുക്രാചാര്യര്. അങ്ങനെ അദ്ദേഹം വളരെ ശക്തനായി ഇന്ദ്രന് തുല്യനായി തീർന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ 15-ാം അധ്യായം അവസാനം നിർത്തിവെച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് 16-ാം അധ്യായത്തില് ഒരിക്കൽ അദിതി ദേവിയുടെ ആശ്രമത്തിലേക്ക് കശ്യപ പ്രജാപതി വരുന്നത് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഒരു സംവാദത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് 16-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിഥിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്, കശ്യപ പ്രജാപതി, നിന്റെ മുഖത്തിന്റെ വാട്ടത്തിന് കാരണം നീ ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മം നിർവഹിക്കാതിരുന്നുവോ? അത് വിശദമായിട്ട് ഓരോരോ ചോദ്യങ്ങളായി ചോദിക്കുന്നു. ഇന്ന ധർമ്മങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റിയില്ലേ, അതുകൊണ്ടാണോ നിന്റെ വിഷമം? കാരണം അതിഥിയുടെ സ്വഭാവം അതാണ്. അത് കശ്യപന് നല്ലതുപോലെ അറിയാം. ധർമ്മം പാലിച്ചില്ലെങ്കിൽ സങ്കടം വരുന്നവളാണ് അതിഥി. നമ്മുടെ ഇടയിലും മിക്കവാറും ആളുകൾ അങ്ങനെയുള്ളവരായിരിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതുപോലെ സത്സംഗത്തിൽ തുടർച്ചയായിട്ട് ഭാഗവതം കേൾക്കാനുള്ളതായിട്ടുള്ള ജ്ഞാനഗംഗയിൽ മുങ്ങാനുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാവുന്നത്. നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് വിഷമം ഉണ്ടാവുക. അധർമ്മ മാർഗത്തിലൂടെ എന്തെങ്കിലും സമ്പാദിച്ചാൽ സന്തോഷിക്കുന്ന കൂട്ടരല്ല നമ്മളൊന്നും. ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നവരും അല്ല. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു മൂത്ത ജ്യേഷ്ഠത്തി തന്നെയാണ് അതിഥി ദേവി. വളരെ ധർമ്മനിഷ്ഠയുള്ളവളാണ്. ആ അതിഥി ദേവിയുടെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കുന്നതാണ്. ആ സമയത്ത് അതിഥി തനിക്ക് അങ്ങനെയുള്ള ധർമ്മലോപമൊന്നും സംഭവിച്ചിട്ടില്ല, തന്റെ ദുഃഖത്തിന്റെ കാരണം തന്റെ പുത്രന്മാരുടെ അവസ്ഥയാണെന്ന് പറയുന്ന ആ ഭാഗം നമുക്കിപ്പോൾ ആദ്യം വായിക്കാം. തുടർന്ന് കശ്യപ പ്രജാപതി ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ പയോവ്രതം ഉപദേശിക്കുന്ന വളരെ വിസ്തരിച്ച് പയോവ്രതം എന്താണെന്നും ആ വ്രതത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. ഇന്നിപ്പോ നമുക്ക് തുടങ്ങി വെക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ഷോഡശോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിതിസ്തദാ ഹൃദേ ത്രിവിഷ്ടഭേ ദൈത്യൈഃ പര്യതപ്യത് അനാഥവത്. ശ്രീശുക ഉവാച. ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിതിസ്തദാ ഹൃദേ ത്രിവിഷ്ടഭേ ദൈത്യൈഃ പര്യതപ്യതനാഥവത്. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഏവം, ഇപ്രകാരം. ഇപ്രകാരം എന്ന് പറഞ്ഞാൽ പൂർവ്വ അധ്യായങ്ങളിൽ പറഞ്ഞ പ്രകാരം. പുത്രേഷു നഷ്ടേഷു സത്സു, പുത്രന്മാർ നഷ്ടരായപ്പോൾ, ഇവിടെ നശിക്കുക എന്ന് പറഞ്ഞാല് മരിച്ചുപോയി എന്നർത്ഥമില്ല. അവരുടെ എല്ലാ സർവസ്വവും നഷ്ടപ്പെട്ട് അവരുടെ സ്വത്തും തന്നെ നഷ്ടപ്പെട്ടു. അവർക്ക് എവിടെയും നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയായി, രാജ്യഭ്രഷ്ടരായി, സ്ഥാനഭ്രഷ്ടരായി, അവരുടെ രൂപത്തിൽ സഞ്ചരിക്കാൻ പോലും നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ പ്രച്ഛന്ന വേഷധാരികളായി ഭയത്തോടുകൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അമ്മയ്ക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് നഷ്ട തന്നെയാണ്. അപ്പൊ പുത്രേഷു നഷ്ടേഷു സത്സു ദേവമാതാ അതിഥി തദ. അപ്പോൾ ദേവമാതാവായ അതിഥി, ദേവന്മാരുടെ മാതാവായ അതിഥി, ഹൃദയ ത്രിവിഷ്ടഭേ ദൈത്യൈഃ പര്യതപ്യത് അനാഥവത്. ദൈത്യൈഃ, ദൈത്യന്മാരാൽ, അസുരന്മാരാൽ, ത്രിവിഷ്ടഭേ ഹൃദയേ സതി, ത്രിവിഷ്ടഭം ഹരിക്കപ്പെട്ടപ്പോൾ. ത്രിവിഷ്ടഭം 3-ാം ലോകം, സ്വർഗം എന്നർത്ഥം. ഭൂർ ഭുവ സ്വഹ. അപ്പം 3ആയിട്ട് പറയുമ്പോൾ സ്വഹ എന്നുള്ളത് സ്വർലോകം, 3-ാം ലോകമാണ്. അതുകൊണ്ടാണ് ത്രിവിഷ്ടഭം. വിഷ്ടഭം എന്ന് പറഞ്ഞാൽ ലോകം എന്നർത്ഥമാണ്. ത്രിവിഷ്ടഭം 3-ാം ലോകം. അപ്പൊ ത്രിവിഷ്ടഭേ ഹൃദയേ സതി, 3-ാം ലോകമായ സ്വർഗം ഹരിക്കപ്പെട്ടപ്പോൾ. ആരാൽ? ദൈത്യൈഃ,
ദൈത്യന്മാരാൽ, മഹാബലിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാരാൽ ഹരിക്കപ്പെട്ടപ്പോൾ പര്യതപ്യത് അനാഥവത്, അനാഥവത് പര്യതപ്യത്, ഒരു അനാഥയെ പോലെ പരിതപിച്ചു എന്ന് വെച്ചാലോ, നാഥനില്ലാത്ത അവസ്ഥയാണ് അനാഥവത്. തൽക്കാലം ഭർത്താവ് ഉണ്ടെങ്കിലും എപ്പോഴും അവൈലബിൾ അല്ല. കാരണം ദക്ഷപുത്രിമാര് 60 പേരാണ്. ആര് കല്യാണം കഴിച്ച്? കശ്യപൻ. അപ്പൊ കശ്യപന് എന്താ പറയാ, എല്ലായിടത്തും ശരീരം എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരേ സമയത്ത് എല്ലാ ഗൃഹത്തിലും ഇരിക്കാൻ പറ്റുമോ? ഇല്ല. 60 പേരോടും എന്താ പറയാ, ന്യായം പാലിക്കണ്ടേ, അല്ലെ? ജസ്റ്റിസ് വേണ്ടേ? എല്ലാവരോടും തുല്യമായിട്ടുള്ള ആ ഭാവം പ്രകടിപ്പിക്കണം. അപ്പൊ മാറി 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 ഓരോ ദിവസം ഓരോ ഗൃഹത്തിലായിരിക്കാം. എന്താ വ്യവസ്ഥ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ഊഹിക്കാവുന്നതാണ് 60 ഭാര്യമാരെ ഏകനായ ഒരു പുരുഷൻ എങ്ങനെ പെട്ടെന്ന് എപ്പോഴും ഓടിയെത്തി സമാധാനിക്കാനോ സന്തോഷിപ്പിക്കാനോ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ ഇന്നുള്ള സ്ത്രീകളൊക്കെ എത്രയോ ഭാഗ്യവതികൾ എന്ന് നമുക്ക് ആശ്വസിക്കാം, അല്ലേ? ഒരു ഭർത്താവ് എപ്പോഴും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെങ്കിൽ, എന്തു പറഞ്ഞാലും കേൾക്കുന്നുണ്ടെങ്കിൽ എത്ര ഭാഗ്യവതികളാണ് എന്ന് ആലോചിക്കാം, അന്നത്തെ കാലം ആലോചിക്കുമ്പോൾ. കശ്യപ പ്രജാപതിക്ക് 60ൽ 13 പേര്, അല്ലേ? 60ൽ 13 പേര്. ദക്ഷപുത്രിമാര് മൊത്തം 60, അതിൽ 27 ചന്ദ്രന്റെ ഭാര്യമാരാണ്. 13 പേരാണ് കശ്യപന്റെ. വേറെ മറ്റു പലർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഞാൻ നാവ് പിഴച്ചത്, ഓർമ്മ തെറ്റിയത് പിൻവലിച്ചിരിക്കുന്നു. 13 പേരാണ് കശ്യപ പ്രജാപതിക്ക് പത്നിമാര്. അപ്പൊ എന്തായാലും 13 പേരാണെങ്കിലും എളുപ്പപ്പണിയൊന്നും അല്ലല്ലോ. ഒന്നിനെ മേയ്ക്കാൻ തന്നെ നല്ല പാടുണ്ട്. അപ്പൊ പിന്നെ 13 പേരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓരോരോ ഷെഡ്യൂൾ ഉണ്ടാവും. ഇന്ന ദിവസങ്ങളിൽ ഇന്നിടത്ത് എന്ന്. ഇനി അദ്ദേഹത്തിന് വേണ്ടി ചില ദിവസങ്ങൾ മാറ്റിയും വെക്കേണ്ട, അദ്ദേഹത്തിന്റെ തപസ്സിനും കാര്യങ്ങൾക്കും. അദ്ദേഹം ഒരു താപസനെ പോലെയുള്ള മഹാത്മാവാണ്. ഗൃഹസ്ഥനാണെങ്കിലും അദ്ദേഹം ബ്രാഹ്മണോത്തമനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തപസ്സിനായിക്കൊണ്ടും അദ്ദേഹം മാറ്റിവെക്കും. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലങ്ങളിൽ മാത്രമേ ഓരോ ഭാര്യമാരുടെ കൂടെയും ചെലവഴിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അനാഥവത് എന്ന് പറഞ്ഞതില് തെറ്റില്ല. അനാഥവത് എന്നേ പറഞ്ഞുള്ളൂ, അനാഥയാണ് എന്ന് പറഞ്ഞില്ല. പിന്നെ ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും നാഥൻ. അപ്പൊ അങ്ങനെ ത്രിവിഷ്ടഭേ ദൈത്യൈഹി ഹൃദയെ പര്യതപ്യത്, പരിതപിച്ചു അനാഥവത്. ആരോടും പറയാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ശ്വാസം മുട്ടൽ കൂടുതലല്ലേ. പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പങ്കുവെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സങ്കടം കുറയും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ അത് പങ്കിട്ട് എടുക്കലാണ് അനുശോചനം. അനു എന്ന് പറഞ്ഞാൽ കൂടെ, നിങ്ങളുടെ കൂടെ ഞങ്ങളും ശോചിക്കുന്നു, അല്ലെ? ഞങ്ങൾ നിങ്ങളുടെ ദുഃഖത്തെ പങ്കിട്ടെടുക്കുന്നു. നിങ്ങളുടെ ദുഃഖഭാരം കുറയ്ക്കാം, കുറച്ച് ഭാരം ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് തന്നോളൂ. ഈ ഭാവമാണ് സ്നേഹിതന്മാരെ, ബന്ധുക്കള്, സുഹൃത്തുക്കളൊക്കെ ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാവുമ്പോൾ നമ്മൾ ചെന്ന് അവരുടെ കൂടെ നിൽക്കുന്നത്, അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നത് ഒക്കെ വലിയ ആശ്വാസമാണ്. ഇന്നിപ്പോൾ അതിനൊക്കെ വേണ്ടി കൗൺസലിങ്ങിന് പോകേണ്ടി വരണം, അല്ലേ? ഇപ്പൊ ഇഷ്ടം പോലെ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും നിറഞ്ഞിട്ടുണ്ട് എല്ലാ നഗരങ്ങളിലും. നാട്ടുമ്പുറങ്ങളിൽ അത്ര ആയിട്ടില്ല. ഇനിയിപ്പോൾ നാട്ടുമ്പുറങ്ങളിലെ ആളുകളുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പറയാനായിട്ട്. സിറ്റിയിലാണ് ഒറ്റപ്പെട്ടതായിട്ടുള്ള നല്ല എന്താ പറയുക, ജനസംഖ്യ നിബിഡമാണ് സിറ്റികൾ. പക്ഷെ ഓരോരുത്തരും ഓരോ തുരുത്തിലാണ്, ആർക്കും മറ്റൊരാള് കേൾക്കാനില്ല. അതുകൊണ്ട് അവരുടെ ദുഃഖങ്ങൾ പറയാനായിക്കൊണ്ട് കൗൺസിലേഴ്സിനെ സമീപിക്കുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അനാഥവത് എന്ന് പറഞ്ഞുകൂടെ. ഏകദാ കശ്യപസ്തസ്യാഹ ആശ്രമം ഭഗവാനഗാത് നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരാത്. ഏകദാ കശ്യപസ്തസ്യാഹ ആശ്രമം ഭഗവാനഗാത്
നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരാത്. ഏകദാ കശ്യപഃ തസ്യാ ആശ്രമം ഭഗവാൻ അഗാത്. ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞത് കശ്യപനെ വിശേഷിപ്പിച്ചതാണ്. ജ്ഞാനാദി ഗുണങ്ങൾ തികഞ്ഞവനാണ് ഭഗവാൻ എന്ന രണ്ടാമത്തെ നിർവചന പ്രകാരം. ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. ആ അർത്ഥത്തിലാണ് എല്ലാം അറിയുന്ന ത്രികാലജ്ഞനും സർവജ്ഞനുമായിരിക്കുന്ന ആ കശ്യപ പ്രജാപതി ഭഗവാൻ. അദ്ദേഹം സമാധേഹേ വിരതഃ ചിരാത് ഒന്ന്. ചിരാത് സമാധേഹേ വിരതഃ, അതും കശ്യപനെ വിശേഷിപ്പിച്ചതാണ്. വിരതഃ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പോ വിരതഃ കശ്യപഃ, വിരമിച്ചവനായ കശ്യപൻ. എവിടുന്ന് വിരമിച്ചവൻ? സമാധേഹേ, സമാധിയിൽ നിന്ന്. അപ്പൊ കുറച്ചു കാലമായി അദ്ദേഹം സമാധി അഭ്യസിക്കുകയായിരുന്നു. ചിരാത്, ചിരാത് എന്ന് പറഞ്ഞാൽ ചിരകാലമായിട്ടുള്ള സമാധിയിൽ നിന്ന് വിരതനായിട്ട്. അപ്പൊ എന്തുകൊണ്ട് അനാഥത്വം എന്ന് മനസ്സിലായില്ലേ? തന്റെ ഭർത്താവ് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. കശ്യപ പ്രജാപതി അദ്ദേഹം ആധ്യാത്മികമായിട്ടുള്ള തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതാണ് ചിരാത് സമാധേഹേ മുക്തഃ അല്ലെങ്കിൽ വിരതഃ. അങ്ങനെ സമാധിയിൽ നിന്ന് വിരമിച്ച് ആ കശ്യപൻ ഭഗവാൻ കശ്യപഃ തസ്യാഹ ആശ്രമം ഏകദാ അഗാത്. അഗാത് എന്ന് പറഞ്ഞാൽ ഗമിച്ചു. ഏകദാ ഒരിക്കൽ. തസ്യാഹ എന്ന് പറഞ്ഞാൽ അതിഥ്യാഹ, അതിഥിയുടെ എന്നർത്ഥം. അവളുടെ എന്നാണ്. അവളുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിഥിയുടെ ആശ്രമത്തിലേക്ക് ഗമിച്ചു. അപ്പൊ അതിഥിയുടെ ഗൃഹത്തിലേക്ക് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ആശ്രമം? നിരുത്സവം നിരാനന്ദം. അത് രണ്ടും അതിഥിയുടെ ആശ്രമത്തിന്റെ വിശേഷണമാണ്. നിരുത്സവം നിരാനന്ദം, യാതൊരു തരത്തിലുള്ള ആനന്ദമില്ലാത്തതും ഉത്സാഹമില്ലാത്തതും. ആരുമില്ല അവിടെ, ഈച്ചയാട്ടുന്ന പോലെ എന്നുള്ള അവസ്ഥ. കാരണം അല്ലെങ്കിൽ മറ്റേ മക്കള് 12 പേരുണ്ട് അതിഥിക്ക്, അല്ലെങ്കിൽ 11 പേരുണ്ട്. 12ാമൻ ജനിക്കാൻ പോകുന്നേ ഉള്ളൂ. 11 ആദിത്യന്മാര് വന്നും പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മാറി 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 ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ ആരുമില്ല, മക്കൾ ആരുമില്ലാതെ അമ്മ തനിയെ, അതും മ്ലാനവദനയായി, എന്താ പറയാ, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് അതിഥി തന്റെ മക്കളുടെ അവസ്ഥയോർത്തിട്ട്. അതുകൊണ്ടാണ് നിരുത്സവം നിരാനന്ദം, ഉത്സവരഹിതവും ആനന്ദമില്ലാത്തതും. അല്ലെങ്കിൽ എന്നും കശ്യപ പ്രജാപതി വരുമ്പോഴേക്കും നല്ല ഉത്സാഹത്തോടെ അതിഥി സൽക്കരിക്കും, ഭർത്താവിനെ വേണ്ട രീതിയിൽ സൽക്കരിക്കും. കൂടെ പലരും മക്കൾ തന്നെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ കിങ്കരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഭൃത്യന്മാരെ തോഴികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, അതിഥി തന്നെ വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് വരും എന്ന് പറഞ്ഞ് ലീവ് കൊടുത്തു വിടും. അല്ലെ, ഒരാള് ഇത്തിരി വിഷമത്തിലാണെങ്കിൽ എനിക്ക് ആരെയും കാണണ്ട, നിങ്ങളൊക്കെ മാറിയിരിക്കൂ എന്നാ പറയുക. അപ്പൊ അതുപോലെ ചിലപ്പോ വീട്ടിലുണ്ടായിരുന്ന ഭൃത്യന്മാരെ പോലും തോഴിമാരെ പോലും അയച്ചു വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗൃഹം ഒരു മ്ലാനമായിരിക്കുന്നു. അതാണ് നിരുത്സവം നിരാനന്ദം. അങ്ങനെയുള്ള ഗൃഹത്തിലേക്ക് ഭഗവാൻ കശ്യപഃ സമാധേഹേ വിരതഃ അഗാത്, സമാധിയിൽ നിന്ന് വിരമിച്ച് അതിഥിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു. തുടർന്ന് സപത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹഃ സഭാജിതോ യഥാ ന്യായം ഇദമാഹ കുരുദ്വഃ. സപത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹഃ സഭാജിതോ യഥാ ന്യായം ഇദമാഹ കുരുദ്വഃ. ഹേ ഗുരുദ്വഃ, അല്ലയോ കുരുവംശത്തെ വഹിക്കുന്നവനായ പരീക്ഷിത്ത് രാജാവേ എന്ന് സുഖബ്രഹ്മർഷി കുരുദ്വഃ എന്ന് സംബോധന. അപ്പോ സഹ പത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹഃ സഭാജിതഃ യഥാന്യായം ഇദമാഹ കുരുദ്വഃ. അപ്പൊ യഥാന്യായം സഭാജിതഃ കൃതാസന പരിഗ്രഹഃ സഹ. സഹ എന്ന് പറഞ്ഞാൽ അവൻ, ആരാ? കശ്യപൻ. യഥാന്യായം സഭാജിതഃ, യഥാന്യായം എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം, ന്യായപ്രകാരം, നീതിപ്രകാരം, മര്യാദപ്രകാരം. സഭാജിതഃ സമ്യക് ഭാജിതഃ സൽകൃതഃ പൂജിതഃ ആദൃതഃ എന്നൊക്കെ അർത്ഥം.
ഭർത്താവ് വരുമ്പോൾ എങ്ങനെയാണ് ഭർത്താവിനെ പതിവ്രതകളായ ഭാര്യമാർ സ്വീകരിക്കുക, അതിന് വിധികൾ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെയൊക്കെ പാലിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് അർഘ്യപാദ്യാദികളെ കൊണ്ട് ഈശ്വരനെ പോലെ തന്നെ കാല് കഴുകിയൊക്കെ പൂജിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് നമസ്കരിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ. അതാണ് യഥാന്യായം സഭാജിത. എന്നിട്ട് കൃതാസന പരിഗ്രഹ, ആസനത്തെ പരിഗ്രഹിച്ചവനായിട്ട്, തനിക്ക് നൽകിയതായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുന്നവനായിട്ട്, ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവനായിട്ടുള്ള തന്റെ പത്നിയും ദീനവദനയായിട്ടിരിക്കുന്നു, വാടിയ മുഖത്തോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള പത്നിയും എന്ത് ചെയ്തു? ഇതം ആഹ, ഇപ്രകാരം പറഞ്ഞു. ഇപ്പൊ ദീനവദനയായിരിക്കുന്ന തന്റെ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു എന്നർത്ഥം. അപ്പൊ ഭാര്യ ഇതൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ? സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണ്. ഭാര്യയുടെ ഏത് മൂഡ് മാറിയാലും അപ്പോ അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തിരിച്ച് പെരുമാറും. ആ ഒരു സിമ്പതിയോടുകൂടെ പെരുമാറും, കരുതലോടെ കെയറോടെ പെരുമാറും. പരസ്പരം അങ്ങനെ ആയിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ മൂഡിലുണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്ന രീതിയിൽ അനുകൂലമായി പ്രവർത്തിക്കണം. അതിപ്പോ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. ഭർത്താവ് പുറത്തുനിന്ന് വരുമ്പോൾ ചിലപ്പോൾ മൂഡ് ഔട്ടായിട്ട് വരും. കാരണം അദ്ദേഹം പുറത്ത് സമ്പാദിക്കാൻ പോയ ആളാണ്. പലരുടെയും ആട്ടും തുപ്പും ഒക്കെ കേട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അദ്ദേഹത്തിന് വളരെ മുറിവേറ്റിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് കൊഞ്ചാനും കൊഴയാനും ഒക്കെ ചെന്നു കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയുണ്ടോ, ഇന്ന് എന്റെ പിറന്നാളാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അല്ലെങ്കിൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാല് അദ്ദേഹത്തിന് നല്ല എന്താ പറയുക, ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരും. അപ്പൊ ആ മൂഡ് നോക്കിക്കൊണ്ട് വേണം ഈ ദിവസങ്ങളുടെയൊക്കെ പ്രാധാന്യമൊക്കെ അവതരിപ്പിക്കാനും മറ്റു വിശേഷങ്ങളൊക്കെ അറിയിക്കാനും എന്ന് പറയാം. പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കശ്യപ പ്രജാപതി വളരെ ഉത്തമനായിട്ടുള്ളൊരു ഗൃഹസ്ഥനും ഭർത്താവുമാണ്. അദ്ദേഹം ഭാര്യയുടെ അവസ്ഥയെ പെട്ടെന്ന് മനസ്സിലാക്കി. അവള് ചെയ്യുന്നുണ്ട് തന്നോട് ചെയ്യേണ്ട ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ മുഖത്തിനൊരു വാട്ടം ഉണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യണം. ഇതം ആഹ അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിനഃ. അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോഃ ഛന്ദാനുവർത്തിനഃ. പിന്നെ ഒരു 7 ശ്ലോകങ്ങള് കശ്യപ പ്രജാപതിയുടെ ചോദ്യങ്ങളാണ് ദേവിയോട്. അപി അപി എന്നുള്ളത് ചോദ്യരൂപമാണ്. ആണോ ആണോ, അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ അർത്ഥത്തില് ഉള്ള ചോദ്യത്തിന്റെ വികല്പമാണ് അപി 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 എന്നുള്ളത്. അപ്പൊ അപി അഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുന ആഗതം. അധുന ഇപ്പോൾ, ലോകേ ഈ ലോകത്ത്, വിപ്രാണാം വിപ്രന്മാർക്ക് ബ്രാഹ്മണർക്ക് സമാധാനമായി അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നവരായ ബ്രാഹ്മണർക്ക്, അതുപോലെ തന്നെ ധർമ്മത്തിനും അതുപോലെ തന്നെ ലോകസ്യ ഈ ലോകത്തിനും, ലോകം എങ്ങനെയുള്ളതാണ്? മൃത്യോഹോ ഛന്ദാനുവർത്തിനഃ ലോകസ്യ, ലോകത്തിന്റെ വിശേഷണമാണ് മൃത്യോഹോ ഛന്ദാനുവർത്തിനഃ. മൃത്യുവിന്റെ ഛന്ദസ്സിന് അനുവർത്തിക്കുന്നവരാണ് ലോകം എന്ന് പറഞ്ഞാൽ കാലന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, മൃത്യുദേവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമാണ് ഈ ലോകം അനുവർത്തിക്കുന്നത്. മൃത്യുദേവൻ ഇവരുടെ പ്രവൃത്തികളെ സ്റ്റോപ്പ് ചെയ്താൽ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു. അപ്പോ മൃത്യുദേവന്റെ ഇച്ഛയ്ക്ക് മാത്രമേ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കൊക്കെ ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാവരും മരണത്തിന് വിധേയരാണ് എന്നർത്ഥം. അങ്ങനെ മർത്യസ്വഭാവമുള്ളവരായ ജനങ്ങൾക്കും ലോകത്തിനും ധർമ്മത്തിനും പ്രത്യേകിച്ച് ബ്രാഹ്മണർക്കും ഇപ്പോ ഹേ ഭദ്രേ, അല്ലയോ കല്യാണി, മംഗളശീലേ, നീ മംഗളം ആചരിക്കുന്നവളാണല്ലോ. അതുകൊണ്ട് അഭദ്രം ആഗതം അപിന ആഗതം, അഭദ്രം അമംഗളം
ആഗമിച്ചിട്ടില്ലല്ലോ, അമംഗളം വല്ലതും വന്നു ചേർന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. എന്തെങ്കിലും അമംഗളം വന്നിട്ടുണ്ടോ? നീ ഭദ്രയാണ്, നിനക്ക് മംഗളം മാത്രം ചെയ്യുന്നവളാണ്, അതുകൊണ്ട് നിനക്ക് ആപത്ത് വരാൻ വഴിയില്ല. അതുപോലെ ബ്രാഹ്മണരും ധർമ്മവും ഒക്കെ ഈശ്വരനാൽ രക്ഷിക്കപ്പെടുന്നതാണ്. ജനങ്ങളും മരണഭയമുള്ളവരായതുകൊണ്ട് ധാർമ്മികന്മാരായിരിക്കാൻ വഴിയുണ്ട്, അല്ലെ? മരണഭയം ഉള്ളത് കൊണ്ടാണ് ധാർമ്മികന്മാരായിരിക്കുന്നത് ഭൂരിപക്ഷം ആളുകളും. നമ്മൾ ആരും തല്ലിയാലും കൊന്നാലും മരിക്കില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ, അല്ലെ? വിഷപ്പാമ്പുകളുടെ അവസ്ഥ തന്നെയാണ്. വിഷപ്പാമ്പുകൾക്ക് അമൃതം കൊടുത്താൽ, അസുരന്മാർക്ക് അമൃതം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുപോലെ നമുക്ക് മരണമില്ലെങ്കിൽ നമ്മളൊക്കെ ഗുണ്ടകളും കൊള്ളക്കാരും തോന്നിയവാസികളുമായി മാറും. എല്ലാവരും തോന്നിയവാസികളാവും. അസുരന്മാരെക്കാൾ രാക്ഷസന്മാരെക്കാൾ ഈ ലോകത്തെ നശിപ്പിക്കുന്നവരാവും മരണമില്ലെങ്കിൽ. അപ്പൊ മരണം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ഈ ലോകത്തിന്. ലോകത്തിനിരിക്കട്ടെ, എനിക്ക് വേണ്ട, അല്ലേ? അതെങ്ങനെയാ? ലോകത്തിനൊക്കെ മരണം ഇരിക്കട്ടെ, ലോകത്തിന് മംഗളമാണ് മരണം, എനിക്ക് മാത്രം വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഞാനടക്കമുള്ള ലോകത്തിനാണ് ഈ മരണം. ഇത് നല്ലതാ. അതല്ലെങ്കിൽ കാലനില്ലാത്ത കാലം എന്നുള്ള അവസ്ഥ വന്നു ചേരും. ഇപ്പൊ വേണ്ട. അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിനും ബ്രാഹ്മണർക്കും കാലനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായ മനുഷ്യർക്കും അഭദ്രമൊന്നും വന്നിട്ടില്ലല്ലോ ഭദ്രേ. എന്താ വിശേഷം? അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലും അമംഗളം വന്നാലാണ് അതിഥി ദേവിയുടെ മുഖം വാടുക. ജനങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ, അഭദ്രം, ബ്രാഹ്മണർക്ക് എന്തെങ്കിലും അഭദ്രം, അല്ലെങ്കിൽ ധർമ്മത്തിന് അഭദ്രം, ഇതിലേതെങ്കിലും ആണോ എന്നാണ് ചോദിക്കുന്നത്. അഭിവാകുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി ധർമ്മസ്യാർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹ്യയോഗിനാം. അഭിവാകുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി ധർമ്മസ്യാർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹ്യയോഗിനാം. ഹേ ഗൃഹമേദിനി, ഗൃഹത്തെ ഭരിക്കുന്നവളെ, ഗൃഹത്തിന്റെ സ്വാമിനിയായിരിക്കുന്നവളെ എന്നൊക്കെ അർത്ഥത്തില് അതിഥിയെ. പണ്ടേ ഗൃഹമേദിനിയാണ്. നമുക്ക് റേഷൻ കാർഡിൽ പണ്ടേ അതിഥിയുടെ പേരാണ് ആ വീട്ടില്. കാരണം കശ്യപന്റെ പേരിൽ എടുത്താൽ ഒരു റേഷൻ കാർഡേ കിട്ടുള്ളൂ. 13 വീടുണ്ട്. അപ്പൊ ഓരോ വീട്ടിലും അതാത് ദാക്ഷായണിമാരുടെ പേരിലാണ് റേഷൻ കാർഡൊക്കെ. അവരാണ് ഗൃഹമേധിനിമാർ. അപ്പൊ അന്ന് തന്നെ സ്ത്രീ ആധിപത്യം ഉണ്ട് ഗൃഹങ്ങളിൽ എന്ന് പറയാം. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്നത് ഈ ഭാരതത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും 2 റോളുകളാണ്. ഇങ്ങനെയും അതിനെ ബാലൻസ് ചെയ്യാന്നുള്ള, ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ചെയ്യുക എങ്ങനെയെങ്കിലുമൊക്കെ രണ്ടുപേരും അവരവരുടെ റോൾ നിർവഹിച്ചുകൊണ്ട് പോകാം. എന്തായാലും പ്രസവിക്കാൻ സ്ത്രീകൾ തന്നെ വേണം. കുട്ടികളെ വളർത്തുന്നത് ഒരു പ്രായം വരെ സ്ത്രീകൾ വളർത്തിയാലേ ശരിയാവുള്ളൂ. അപ്പൊ പിന്നെ ആ റോൾ എന്തായാലും പുരുഷന്മാർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഈക്വലൈസ് ചെയ്യാൻ സാധ്യമല്ല. കോംപ്ലിമെന്റ് ചെയ്തു പോവാം, പരസ്പരം സഹായിച്ചുകൊണ്ട് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആരും ആരുടെയും മേലെയല്ല താഴെയുമല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. അപ്പൊ നോക്കൂ, കശ്യപ പ്രജാപതി എത്ര ബഹുമാനത്തോടെ തന്റെ ഭാര്യയെ വിളിക്കുകയാണ്. ഹേ ഗൃഹനാഥേ എന്നാണ്, ഗൃഹമേദിനി എന്നർത്ഥം. ഗൃഹത്തിന്റെ സ്വാമിനിയായിരിക്കുന്നവളെ, ഗൃഹത്തെ ഭരിക്കുന്നവളെ എന്നൊക്കെ അർത്ഥമാണ്. ഗൃഹേഷു ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ കിഞ്ചിത് അകുശലം അപി. അപ്പോ ദേവിയോട് ചോദിക്കുകയാണ്, ഗൃഹേഷു, ഗൃഹങ്ങളിൽ നിന്റെ വീട്ടില് ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ വാ കിഞ്ചിത് അകുശലം അപി. 3 പുരുഷാർത്ഥങ്ങൾ, ധർമ്മ അർത്ഥ കാമങ്ങൾ. അതിനേതെങ്കിലും പുരുഷാർത്ഥങ്ങളിൽ 3-ൽ ഏതിനെങ്കിലും
കിഞ്ചിത് അകുശലം അപി, എന്തെങ്കിലും അമംഗളം സംഭവിച്ചിട്ടുണ്ടോ? ധർമ്മം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? ഗൃഹത്തില് അർത്ഥത്തിന് കുറവുണ്ടോ? കാമം വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയായികയുണ്ടോ? ഏതാണ് കുറവുള്ളത്? 3 പുരുഷാർത്ഥങ്ങളിൽ എന്തിനെങ്കിലും കുറവുണ്ടോ ദേവി? ധർമാർത്ഥ കാമങ്ങൾ. ഇതാണ് ചോദ്യം. യത്ര അയോഗിനാം യോഗഃ ഹി, യത്ര യാതൊന്നിൽ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ എന്നർത്ഥമാണ്. യാതൊരിടത്ത് ഗൃഹസ്ഥാശ്രമത്തിൽ അയോഗിനാം യോഗഃ ഹി, യോഗികളല്ലാത്തവർക്കും യോഗം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്വതയാർജിക്കാത്തവർ ഗൃഹസ്ഥാശ്രമത്തിലൂടെ കടന്നു വരുമ്പോൾ അവരെ യോഗികളായി ഭവിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലൂടെ പാകപ്പെട്ട് അല്ലേ, ഇടിയും കുത്തും ചതവും ഒടിവും കൊണ്ട് പക്വതയാർജിച്ച് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പുറത്തേക്ക് വാനപ്രസ്ഥ സന്യാസത്തിലേക്ക് വരുമ്പോഴേക്കും യോഗം നേടാനുള്ള യോഗ്യത നേടുന്നു. അതാണ് യത്ര യാതൊരു ഗൃഹസ്ഥാശ്രമത്തിൽ അയോഗിനാം യോഗഃ ഹി, അയോഗികൾക്ക് യോഗം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അയോഗികളുടെ യോഗമാണ് കർമ്മയോഗം. ഭഗവാൻ ഗീതയിലും അതല്ലേ പറയുന്നത്? കർമ്മയോഗേന യോഗിനാം ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജ്ഞാനയോഗം അഥവാ നിവൃത്തിധർമ്മമാണ് സാഖ്യന്മാരഥവാ വിരക്തന്മാരായ സന്യാസിമാർക്ക്. കർമ്മയോഗം യോഗികൾക്കും. അപ്പൊ യോഗികളുടെ യോഗം ഏതാണ്? അല്ല, പാകതയില്ലാത്തവരുടെ ഗൃഹസ്ഥന്മാരുടെ യോഗം കർമ്മയോഗം. അതാണ് ഇവിടെ അയോഗിനാം യോഗ. അയോഗികൾക്ക് യോഗം സംഭവിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിലാണല്ലോ. യോഗാനുഷ്ഠാന ഫലത്തെ സിദ്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമധർമ്മം വേണ്ടതുപോലെ പരിപാലിക്കപ്പെടണം എന്ന് താല്പര്യം. അപ്പൊ അതിലെന്തെങ്കിലും കുറവുണ്ടോ ദേവി? ധർമ്മത്തിന് എന്തെങ്കിലും ലോപം സംഭവിച്ചുവോ? അർത്ഥകാമങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അതാണ് അകുശലം വാ ചോദ്യം. അഭിവാദിതയോഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാദപൂജിതായാതാഃ പ്രത്യുത്ഥാനേന വാ ക്വചിത്. അഭിവാദിതയോഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാദപൂജിതായാതാഃ പ്രത്യുത്ഥാനേന വാ ക്വചിത്. ചോദിക്കണോ? അഭിവാ ആണോ? അങ്ങനെ വല്ലതും സംഭവിച്ചോ? അതിഥയഃ അഭ്യേത്യ, അതിഥികൾ അടുത്തേക്ക് വന്നിട്ട് ഗൃഹത്തിലേക്ക് പ്രാപിച്ചിട്ട് കുടുംബാസക്തയാ ത്വയാ ഗൃഹാത് അപൂജിതായാതാഃ. കുടുംബാസക്തയാ ത്വയാ എന്ന് പറയുന്നത്, കുടുംബാസക്ത എന്ന് പറഞ്ഞാൽ ഗൃഹകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ത്വയാ, നിന്നാൽ. നിനക്ക് നീ സാധാരണ നിലയ്ക്കാണെങ്കിൽ നീ വരുന്ന അതിഥികളെ സൽക്കരിക്കാതിരിക്കുകയില്ല. അതിഥിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം ചോദിക്കും. കുടുംബാസക്തയാ ത്വയാ, കുടുംബകാര്യങ്ങളിൽ ഗൃഹകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് അശ്രദ്ധയുണ്ടായോ? കയ്യെത്താതിരുന്നോ? കണ്ണെത്താതിരുന്നോ? വന്ന അതിഥികളെ കാണാതെയോ സൽക്കരിക്കാതെയോ ഇരുന്നു. അതാണ് കുടുംബാസക്തയാ ത്വയാ. ആ അതിഥയഃ അഭ്യേത്യ, അതിഥികൾ വന്നിട്ട് എന്ത് സംഭവിച്ചു? ക്വചിത്, ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും പ്രത്യുത്ഥാനേന വാ അപൂജിത. പ്രത്യുത്ഥാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എതിരേറ്റ് ചെല്ലുക. ഉത്ഥാനം ചെയ്യുക എഴുന്നേൽക്കലാണ്. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അതിഥികൾ വരുമ്പോൾ നേരിട്ട് ചെല്ലണം. പ്രതി എന്ന് പറഞ്ഞാൽ നേരെ ഉത്ഥാനം ചെയ്യുക, എഴുന്നേറ്റ് പോവുക. അപ്പൊ വരവേൽക്കാനായിട്ട് ചെല്ലുക, റിസീവ് ചെയ്യുക. അതിന്റെ ആ ഒരു ഭാവം കാണിക്കണം, പൂജ കാണിക്കണം. അപ്പൊ എതിരേറ്റ് സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളെ കൊണ്ടോ മറ്റോ അപൂജിതാഹ, അവര് പൂജിക്കപ്പെടാതെ സൽക്കരിക്കപ്പെടാതെ ഗൃഹാദി യാതാഹ അഭി, ആരെങ്കിലും ഗൃഹത്തിൽ നിന്ന് മടങ്ങിപ്പോയോ? വന്നിട്ട് വേണ്ട പോലെ പൂജ കിട്ടാതെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? യാതരായോ? ആരെങ്കിലും നീ പിണക്കിയോ? അതിഥികൾ വന്നിട്ട് മര്യാദ കാണിക്കാതിരുന്നോ? അഭ്യുത്ഥാനം ചെയ്യാതിരുന്നുവോ?
അപ്പൊ നോക്കൂ, ഈ ധർമ്മത്തിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ എത്ര ബിസിയാണെങ്കിലും ഗൃഹത്തിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ആ ബിസി എല്ലാം മാറ്റിവെച്ച് അതിഥിയെ സ്വീകരിക്കാനുള്ളതിന് പ്രയോറിറ്റി കൊടുക്കണം. ചിലപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലേ, വിദുരപത്നിയെ പോലെ ആവാൻ പറ്റുമോ? എല്ലാരെയും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, എല്ലാരും കൃഷ്ണനല്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. എങ്കിലും പരമാവധി കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിഥികൾ വന്നു എന്നറിഞ്ഞാല് വിളിച്ചു പറയുക, ഒരു മിനിറ്റ് ഞാനിതാ വന്നു, കുളിച്ചിതാ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്, വേഗം വരാന്ന് പറഞ്ഞിട്ട് വേഗം അത്യാവശ്യം വേണ്ട മാനം മറയ്ക്കാനുള്ള വസ്ത്രം ധരിച്ച് പോവുക. അല്ലാതെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എല്ലാ പുറപ്പാടുകളും കഴിഞ്ഞിട്ടല്ല പോവുക. അരമണിക്കൂറോ ഒരു മണിക്കൂറോ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെ പോയി പുറപ്പാടൊക്കെ കഴിഞ്ഞ് അതുവരെ അതിഥി നിൽക്കണം എന്ന് പറയാൻ പാടില്ല. ദിവസവും വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പറയാം, പാൽക്കാരനോ പത്രക്കാരനോ പച്ചക്കറിക്കാരനോ വീട്ടിൽ ജോലിക്കാരി വന്ന് ബെല്ലടിച്ചതോ ഒക്കെ ആണെങ്കിൽ ഇത്തിരി നിൽക്കാൻ പറയാം. അതുപോലെ നമ്മുടെ കുട്ടികൾ പുറത്തു പോയിട്ട് വന്നു, അവരോട് പറയാം. ദിവസവും വരുന്ന ചില ആൾക്കാരുണ്ടാവും, അടുത്ത വീട്ടിൽ നിന്ന് നേരം പോക്ക് പറയാനായിട്ട് വരുന്നവരുണ്ടാവും. അവരോടൊക്കെ അതൊന്നും അതിഥി എന്നുള്ള കൂട്ടത്തിൽ പെടില്ല, അതൊന്നും അതിഥികളല്ല. അതിഥി എന്ന് പറഞ്ഞാല് തിഥി നോക്കാതെ വരുന്നവർ, യാദൃച്ഛികമായി വരുന്നവർ, വല്ലപ്പോഴും വരുന്നവർ ഒക്കെയാണ്. ആപത്തിൽപ്പെട്ടിട്ട് അത്യാവശ്യത്തിന് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർ, ഇവരെയൊക്കെയാണ് അതിഥി ഗണത്തിൽപ്പെടുക. അല്ലാതെ ആര് വന്നാലും അതിഥി എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ദിവസം വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, ഇതാ വന്നുട്ടോ, ഒരു മിനിറ്റ് അടുപ്പത്ത് പാല് വെച്ചിരിക്കുകയാണ്, ഇതാ ഒന്ന് വാങ്ങി വെച്ചിട്ട് വരാം. അല്ലെങ്കിൽ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണ തിളച്ച് ഇതായിട്ട് നിൽക്കുകയാണ്, ഇതാ വന്നു. അല്ലെങ്കിൽ ചോറ് വാർത്തോണ്ടിരിക്കുകയാണ്, കൈവിടാൻ പറ്റില്ല. അല്ലേ, ഇപ്പൊ വാർക്കുന്ന ആൾക്കാരുണ്ടോന്നറിയില്ല. ഇപ്പൊ ഒക്കെ വറ്റിക്കലാണ് തോന്നുന്നത് കുക്കറിലൂടെ. എന്ത് തന്നെയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും അത് വേഗം തീർത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത്, ഏത് യന്ത്രമാണ് പ്രവർത്തിക്കണം അതിനെ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ അടുപ്പ് ഓഫ് ചെയ്ത് വേഗം ചെല്ലണം. അതാണ് മര്യാദ. അപ്പൊ അതാണ് ഈ ഒരു ധർമ്മം നീ പാലിക്കാതിരുന്നുവോ, ആരെങ്കിലും അതിഥികൾ വന്നിട്ട് വേണ്ട പോലെ അവരെ എതിരേറ്റ് ചെല്ലാതെ അവരെ സൽക്കരിക്കാത്തത് കൊണ്ട് അവർ ദേഷ്യപ്പെട്ടു പോകുമോ, പോയിട്ടുണ്ടോ? ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമമാണെന്ന് പറയാം. അഭിവാകുശലം കിഞ്ചിത്, അതല്ല, അഭിവാദിതയോഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാദപൂജിതായാതാഃ പ്രത്യുത്ഥാനേന വാക്വചിത്. നോക്കൂ അടുത്ത ശ്ലോകം. ഗൃഹേഷു യേഷു അതിഥയോ നാർച്ചിതാ സലിലൈരപി യദി നിര്യാന്തിതേ നൂനം ഭേരുരാജഗൃഹോപമാഃ. ഗൃഹേഷു യേഷു അതിഥയോ നാർച്ചിതാ സലിലൈരപി യദി നിര്യാന്തിതേ നൂനം ഭേരുരാജഗൃഹോപമാഃ. അത് ചെയ്തില്ലെങ്കിൽ, അതിഥികളെ വരുമ്പോൾ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഗൃഹം ഏതിന് സമാനം എന്ന് പറയണ നോക്കൂ, മഹാമോശം. അതാണ് യേഷു ഗൃഹേഷു അതിഥയഃ സലിലൈരപീനാർച്ചിതാഃ. യേഷു ഗൃഹേഷു, ഏതേത് ഗൃഹങ്ങളിലാണോ അതിഥികൾ വന്നിട്ട് സലിലൈഹി അഭി, അല്പം വെള്ളം കൊണ്ടുപോലും അർച്ചിതാഃ പൂജിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അവർക്ക് കുടിക്കാൻ വെള്ളമോ കാല് കഴുകാൻ വെള്ളമോ ഇതൊന്നും കൊടുക്കാതെ, അല്പം വെള്ളം പോലും അവർക്ക് ഓഫർ ചെയ്യാതെ, യദി നിര്യാന്തി, അവര് പുറത്തേക്ക് പോകുന്നു എങ്കിൽ, നിര്യാന്തി യതി, അവര് പുറത്തേക്ക് പോകുന്നു എങ്കിൽ, തേ നൂനം, തേ നൂനം എന്ന് പറഞ്ഞാൽ തേ ഗൃഹാഹ, ആ ഗൃഹങ്ങൾ തീർച്ചയായിട്ടും ഏതുപോലെ ഭേരുരാജ ഗൃഹോപമാഹ. ഭേരുരാജൻ എന്ന് പറഞ്ഞാൽ കുറുക്കൻ. ഭേരുരാജൻ എന്നുള്ളത് കുറുക്കന്റെ പര്യായമാണ്. അത് അവന്റെ ഗൃഹത്തിന് ഉപമാ, സമാനം എന്ന് പറയാം. എന്താ കുറുക്കന്റെ ഗൃഹം? കുറുക്കന്റെ ഗൃഹം പോലെ നാറുന്ന ഗൃഹം വേറെ ഉണ്ടാവില്ല. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നാറുന്ന ഗൃഹം കുറുക്കന്റെ ആയിരിക്കും. കാരണം ഈ കുറുക്കന് സ്വയം വേട്ടയാടാനുള്ള ശക്തി കുറവായതുകൊണ്ട് മറ്റ്
കടുവകളോ പുലികളോ സിംഹങ്ങളോ ഒക്കെ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ ബാക്കി കഷ്ണങ്ങള് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് തന്റെ മടയിൽ കൊണ്ടുവയ്ക്കും. അതിങ്ങനെ ചീഞ്ഞ് അളിഞ്ഞെന്ന് പറഞ്ഞ വഴി നാറിക്കൊണ്ടൊക്കെ കിടക്കണ്ടാവും. അതിനേക്കാൾ കുറുക്കന്റെ മറ്റൊരു സ്വഭാവമുണ്ട്, എല്ലാവർക്കും അറിയാലോ. എന്താണ്? ധാരാളം അപാനവായു. കുറുക്കന്റെ സ്വഭാവം നല്ലോണം അപാനവായു വിസർജിക്കും. നല്ല ഗ്യാസ് ട്രബിൾ ഉള്ള ആളാണ് കുറുക്കൻ. അപ്പൊ അത് തന്റെ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ പോലും, ആക്രമണത്തിന് പോലും അത് ഉപയോഗിക്കും. അടുത്തേക്ക് ആരെങ്കിലും വരുമ്പോ അവരെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ ദുർഗന്ധം വമിക്കുന്ന ഈ കിഴിശ്വാസം വിടും. ചില ആളുകളുടെയൊക്കെ മുഖം വല്ലാതെ ഈ അറപ്പോടെ ജുഗുപ്സയോടെ ഒക്കെ കാണപ്പെട്ടാല്, ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ അറപ്പ് പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പാലക്കാടൻ ഭാഷയിലൊരു ചൊല്ലുകൂടിയുണ്ട്. എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കണത് എന്ന് ചോദിക്കുമ്പോ ഞാനത് പറയുന്നില്ല, ഭാഗവതം ക്ലാസ് ആയതുകൊണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, അത്രയും ദുർഗന്ധം വമിക്കുന്ന ഗൃഹമാണ് ആരുടെ ഗൃഹം? കുറുക്കന്റെ ഗൃഹം. അപ്പൊ മനുഷ്യരല്ല അവിടെ താമസിക്കുന്നത് എന്നർത്ഥം. അത്രയും വൃത്തികെട്ട ജന്തുക്കളാണ് ഈ ഗൃഹത്തിൽ താമസം. അതുകൊണ്ടാണ് വീട്ടിലേക്ക് ഒരാൾ വന്നപ്പോ ശുദ്ധ വെള്ളം പോലും കൊടുക്കാനില്ലല്ലോ. നാറുന്ന ഗൃഹത്തിൽ നിന്ന് എന്ത് കൊടുക്കാനാ? നല്ല വെള്ളം പോലും കൊടുക്കാനില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഗൃഹം ദാരിദ്ര്യം കൊണ്ട് നശിച്ചു പോകും. പിന്നെ കുറുക്കന്റെ ഗൃഹം പോലെ ആയിത്തീരുന്നാണത്. പിന്നീട് ആരെങ്കിലും വന്ന് ഗൃഹത്തിൽ വന്ന് വെള്ളം കൊടുക്കാതിരുന്നാൽ, സൽക്കരിക്കാതിരുന്നാൽ, അവര് ശപിച്ചുകൊണ്ട് മടങ്ങിപ്പോയാൽ, ഒരു വെള്ളം പോലും തന്നില്ല എന്ന് അവര് മനസ്താപത്തോടെ പോയാൽ, ആ ഗൃഹം പിന്നീട് ദാരിദ്ര്യത്താൽ വെള്ളമില്ലാത്ത, ഒരു ഐശ്വര്യവുമില്ലാത്ത കുറുക്കന്റെ ഗൃഹം പോലെ ആയിത്തീരും. വേറൊരു രാജഗൃഹോപമാഹ. അതുകൊണ്ട് വീട്ടിൽ ആര് വന്നാലും ആദ്യം അവരോട് ചോദിക്കേണ്ടത് എന്ത് വെള്ളമാണ് എടുക്കേണ്ടത്. ആദ്യം വെള്ളം, പച്ചവെള്ളം തന്നെ കൊണ്ട് കൊടുക്കുക കുടിക്കാനോ. ആദ്യം കാല് കഴുകുന്ന സ്വഭാവമുള്ളവരോ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിലോ, അല്ലെ ഫ്ളാറ്റിലൊക്കെ ആണെങ്കിൽ നിവൃത്തിയില്ല. ഇനി ഒറ്റപ്പെട്ട വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റും. മുറ്റത്ത് തന്നെ വേണമെങ്കിൽ ഒരു പൈപ്പ് വെക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു പാത്രം വെക്കാം. പണ്ടൊക്കെ വെച്ചിരുന്നു, വരുന്നവർക്ക് കാല് കഴുകി കയറാനുള്ള സൗകര്യം. പക്ഷെ ഇന്നിപ്പോ ഷൂസും സോക്സും ഒക്കെ ആയിട്ട് അതും കൊണ്ട് നേരെ റൂമിലേക്ക് കയറി വരുന്നവരാണ് കൂടുതൽ. അത് സമ്മതിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഗൃഹം എവിടെയൊക്കെയോ ചവിട്ടി നടന്നതായിട്ടുള്ള എല്ലാ വൃത്തികേടുകളെയും കൊണ്ട്, ആരൊക്കെയോ തുപ്പിയതിലൊക്കെ ചവിട്ടിയ ഷൂസും ചെരുപ്പൂട്ടിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്, വേറൊരാളെയും പ്രവേശിപ്പിക്കരുത്. മഹാലക്ഷ്മി ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ചെരുപ്പുകൾ വെക്കേണ്ടത് പുറത്താണ് എന്നുള്ളതായിട്ടുള്ള സിസ്റ്റം എല്ലാ ഹിന്ദു ഗൃഹങ്ങളിലും ശീലമാക്കണം. ഇനി അകത്ത് നിങ്ങൾക്ക് ചെരുപ്പിട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക റബ്ബർ ചെരുപ്പുകൾ ബാത്റൂമിലേക്കും അടുക്കളയിലും പെരുമാറാനും ഒക്കെ പ്രത്യേകം ഉപയോഗിച്ചോളൂ. നിവൃത്തിയില്ല. കാരണം നമ്മൾ റൂമുകളൊക്കെ അങ്ങനെയുള്ള ടൈൽസ് കൊണ്ട് ആക്കി കളഞ്ഞു. പണ്ടത്തെ കാവി കൊണ്ടുള്ളതായിട്ടുള്ള ഫ്ലോറിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കല്ലുകൊണ്ടുള്ള ഫ്ലോറിങ്ങോ ഒക്കെ ആണെങ്കിൽ അത്രയും വരില്ല. ഇതിപ്പോൾ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ആകുമ്പോൾ കാല് ധരിക്കും, കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല. അപ്പോൾ അതിനുപയോഗിക്കാം. അതിന് ആ രീതിയിലുള്ളതായിട്ടുള്ള സ്പെഷ്യൽ ഇത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പുറത്തേക്കിടില്ല, അകത്ത് മാത്രം. അതും പൂജാമുറിയിലേക്ക് ഇടാതെ നോക്കുക. വീട്ടിലെ ഫ്രണ്ടില് പറ്റുമെങ്കിൽ കാർപ്പറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും കയറി വരുന്നവർക്കും അസ്വസ്ഥത തോന്നില്ല. മറ്റത് പുറത്തുനിന്ന് കയറി വരുന്നവർ ചെരുപ്പിടാതെ വരുന്നു, നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചെരുപ്പിട്ടിട്ട് വരുമ്പോൾ അതിലൊരു ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് റൂം വേണമെങ്കിൽ കാർപ്പറ്റ് വിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് ദൂരെ അഴിച്ചു വെച്ച് ഫ്രണ്ട് റൂമിൽ ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കാം. പൂജാമുറിയിൽ ചെരുപ്പ് തീരെ ഉപയോഗിക്കരുത്. ഇതൊക്കെ ശീലങ്ങളാക്കി വെക്കാം. എല്ലാവർക്കും പഠിപ്പിക്കുകയും ചെയ്യാം. വീട്ടിലുള്ള എല്ലാവരെയും അത് പഠിപ്പിക്കുകയും വേണം. അപ്പൊ പുറത്ത് പോയിട്ട് വരുന്ന ചെരുപ്പുകൾക്ക് പുറത്ത് തന്നെ സ്റ്റാൻഡ്,
ആ സ്റ്റാൻഡിലെല്ലാം അഴിച്ചു വെച്ചിരിക്കണം. അത് അതിഥികളാണെങ്കിലും നമ്മളാണെങ്കിലും. എന്നിട്ട് കാല് കഴുകാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം വെക്കാം. അതല്ലാത്ത സ്ഥലങ്ങളിൽ നിവൃത്തിയില്ല. വേണമെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് കാല് കഴുകിക്കൊള്ളാൻ പറയാം അവരോട്. വരും, എന്തായാലും വാഷ്റൂമിൽ പോകണോ ചോദിക്കുക. വരുമ്പോൾ ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് എന്ത് വേണം, നമ്മുടെ വീട്ടിലെ ബാത്റൂം ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് അവരവരുടെ കുളി കഴിയുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുക. കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ആ സോപ്പ് പതയൊക്കെ അവിടെ കെട്ടി നിൽക്കുന്നുണ്ടോ, തലനാരുകൾ കെട്ടി നിൽക്കുന്നുണ്ടോ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ബക്കറ്റ് കമഴ്ത്തി വെക്കണം എന്നാണ് പഴയ ശീലം. അപ്പൊ ബക്കറ്റിന്റെ മൂട്ടിലും ചെളി ഉണ്ടാവില്ല. മറ്റത് ആ വെള്ളത്തിൽ തന്നെ നിങ്ങൾ ബക്കറ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂട്ടിൽ ചെളി പിടിച്ച് പായൽ പിടിച്ച് കറുകറുന്നായിട്ടുണ്ടാവും. ഇതൊക്കെ ശീലിക്കേണ്ടതാണ്. ബാത്റൂം എപ്പോഴും ക്ലീനാക്കി വെച്ചാൽ, ഒന്നരാടം എങ്കിലും ടോയ്ലറ്റുകളൊക്കെ വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ആര് വരുമ്പോഴും നമുക്ക് ധൈര്യമായിട്ട് കയറ്റിവിടാം. മറ്റേത് നമ്മൾ ആദ്യം ഓടിപ്പോയിട്ട് അവിടെ ഒന്ന് വിറകി ഒന്ന് വൃത്തിയൊക്കെ ഇതാക്കിയിട്ട് വേണം അവര് അതിഥികളെ കയറ്റിവിടാനായിട്ട്, പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ. ഇതൊക്കെ ശീലമാക്കണം. ശീലം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കണം. കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ചെയ്യുന്നത് അവരെ അറിയുകയും വേണം, സഹായിക്കുകയും വേണം. അവരുടെ ശീലമായിട്ട് മാറണം. കുട്ടികളോട് പറയണം, നിങ്ങൾ കുളി കഴിഞ്ഞാൽ ആ ബക്കറ്റിലെ വെള്ളം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് നല്ലോണം ഒഴിച്ച് ഉള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം വരാൻ എന്ന് കുട്ടികളോട് ധൈര്യപൂർവ്വം പറയണം. അത് ശീലമാക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അവർ കുളി കഴിഞ്ഞ് വന്നാൽ പോയി നോക്കിയിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണം, ഇത് നിന്റെ പണിയാണ്, ഇത് ചെയ്യാൻ വേറെ ആരെയും ഇവിടെ കൂലിക്ക് വെച്ചിട്ടില്ല, നീ എവിടെ പോയാലും ഇത് ശീലമായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ബാത്റൂം മറ്റേ ടോയ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ വയസ്സായവർക്കാണ് തീരെ ശീലമില്ലാത്തത്. കാരണം പണ്ട് ചെയ്യാത്തത് കൊണ്ട്. പഴയ ചില ആൾക്കാർക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതും ശീലമാക്കണം. എവിടെ പോയാലും ഫ്ലഷ് ചെയ്യുക, തിരിഞ്ഞു നോക്കുക. ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സ്വഭാവം വേണം. നല്ലോണം പോയോ, മൂത്രം ഒഴിച്ചതിന്റെ നാറ്റം പോയോ, അല്ലെങ്കിൽ മറ്റത് പോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോയോ, വൃത്തിയായോ എന്ന് നോക്കേണ്ടത് ധർമ്മമാണ്. ഇതൊക്കെ ശൗചം എന്നുള്ളതിൽ വരുന്നതാണ്. ശൗചമുണ്ടെങ്കിലാണ് മനുഷ്യബന്ധങ്ങൾ നന്നായിരിക്കുക. പരസ്പര ബന്ധം, എല്ലാവരും പരസ്പരം ബഹുമാനിക്കാനും എല്ലാം കാരണവും. ഇതൊക്കെ ശീലങ്ങളാക്കി കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. പറഞ്ഞു വരുന്നത്, ഭേരുരാജ ഗൃഹോപമങ്ങൾ ആവാതിരിക്കട്ടെ, കുറുക്കന്മാരുടെ ഗൃഹങ്ങൾ ആവാതിരിക്കട്ടെ എന്ന് പറയാം. അപ്യഗ്നയസ്സു വേളായാം നഹുതാ ഹവിഷാ സതി ത്വയോദ്വിഗ്നദിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിചിത്. അപ്യഗ്നയസ്സു വേളായാം നഹുതാ ഹവിഷാ സതി ത്വയോദ്വിഗ്നദിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിചിത്. വളരെ പ്രധാനപ്പെട്ടാണ്, ശ്രദ്ധിക്കൂ. ഹേ ഭദ്രേ, അല്ലയോ മംഗളശീലേ, സതീ പതിവ്രതേ, കല്യാണി സദാചാരശീലേ. എന്താണ് പറയുന്നത്? മയി പ്രോഷിതേ, ഞാൻ പ്രവാസം ചെയ്തപ്പോൾ, പ്രവാസം എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പോയപ്പോൾ എന്നർത്ഥം. ഞാൻ ഈ വീട്ടിലില്ലാത്ത സമയം. പ്രവാസം എന്നുള്ളതിന് പ്രവസം, പ്രപോഷം, അത് പ്രോഷിതം ആയി മാറുന്നു. അപ്പൊ ഞാൻ പ്രവാസം ചെയ്തപ്പോൾ, വെൻ ഐ വാസ് എവേ ഫ്രം ഹോം, മൈ പ്രോഷിതേ സതി കർഹിച്ചിത്, എപ്പോഴെങ്കിലും സുവേലായാം ഉദ്വിഗ്നതിയാ ത്വയാ അഗ്നയഃ ഹവിഷാ അപി നഹുതാ. നോക്കൂ, സുവേലായാം ചെയ്യേണ്ട നല്ല സമയത്ത്. അഗ്നിഹോത്രത്തിന് പ്രത്യേക സമയങ്ങളുണ്ട്. രാവിലെ ചെയ്യേണ്ട അഗ്നിഹോത്രമുണ്ട്, മാധ്യാഹ്നികത്തിൽ ചെയ്യേണ്ടതുണ്ട്, സായങ്കാലത്ത് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഓരോ വേളകളിലും ചെയ്യേണ്ടതായിട്ടുള്ള നിത്യകർമ്മങ്ങളിൽപ്പെട്ട അഗ്നിഹോത്രം. അതാണ് സുവേളായാം ഉദ്വിഗ്നതിയാ ത്വയാ അപി. ഉദ്വിഗ്നം, ഉദ്വേഗമുള്ള
ഭയപ്പെട്ടതായിട്ടുള്ള ദുഃഖിക്കുന്നതായിട്ടുള്ള മനസ്സോടുകൂടിയ നിന്നാൽ അഗ്നയ ഹവിഷ നഹുത, അഗ്നികൾ ഹവിസ്സുകൊണ്ട് ഹോമിക്കപ്പെട്ടിട്ടില്ലല്ലോ, ആരാധിക്കാതിരുന്നിട്ടില്ലല്ലോ. ആരാധിക്കാതെ ഇരുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. സോറി, നീ ആരാധിക്കാതിരുന്നുവോ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ പോലും ഞാനില്ലാത്തപ്പോ എന്റെ കടമ നിർവഹിക്കേണ്ടത് നീയാണ്. ഭാര്യയും ഭർത്താവും സഹധർമ്മം ചരിക്കുന്നവരാണ്, ഒപ്പം നടക്കേണ്ടവരാണ്. അതിന്റെ പ്രതീകമായിട്ടാണ് വിവാഹ മണ്ഡപത്തില് കൈപിടിച്ച് പാണിഗ്രഹണം ചെയ്ത് 3 പ്രദക്ഷിണം അഗ്നിയെ പ്രദക്ഷിണം ചെയ്യുന്നത്, അല്ലെങ്കിൽ 7 അടി സപ്തപതി എന്ന ഇതില് 7 ലോകങ്ങളിലേക്കും നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം എന്ന മട്ടില് ബ്രാഹ്മണ വിവാഹങ്ങളിൽ സപ്തപതി എന്ന് പറയുന്ന ചടങ്ങൊക്കെ നമ്മൾ ഒന്നിച്ച് സഹധർമ്മം ചരിക്കും, നമ്മൾ ഒന്നിച്ച് മോക്ഷം നേടും എന്ന് വെച്ചാൽ ഭാര്യ ചെയ്യുന്ന കർമ്മത്തിന്റെ പകുതി പുണ്യം ഭർത്താവിനും, ഭർത്താവ് ചെയ്യുന്നതിന്റെ പകുതി ഭാര്യയ്ക്കുമാണ്. പരസ്പരം ഒരാൾ ചെയ്താൽ തന്നെ മറ്റേയാൾക്കും കിട്ടും. ഇതാണ് ധർമ്മം. അപ്പൊ അതുകൊണ്ട് ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ ഭർത്താവ് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള കർത്തവ്യങ്ങൾ ആർക്ക് ചെയ്യാം? ഭാര്യയ്ക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, കശ്യപന്റെയും അതിഥിയുടെയും കാലത്ത് സ്ത്രീകൾ അഗ്നിഹോത്രം ചെയ്തിരുന്നു. ഇത് വ്യക്തമാണ് ഇവിടെ. നീ ഞാനില്ലാത്തപ്പോൾ അഗ്നിഹോത്രം ചെയ്യാതെ മുടങ്ങിപ്പോയോ? എന്തെങ്കിലും വിഷമം കൊണ്ട്, കാരണം സാധാരണ നിലയ്ക്ക് നീ മുടക്കില്ല, നിനക്ക് വിഷമമുണ്ടായപ്പോ നീ അത് ചെയ്യാതിരുന്നോ? ഏതെങ്കിലും വിഷമത്തിൽപ്പെട്ട് നീ അഗ്നിഹോത്രം മുടക്കിയോ എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോ ആപത്തില്ലാത്തപ്പോ നീ എന്തായാലും മുടക്കില്ല. ഏതോ ആപത്ത് കാരണം നീ വിഷമിച്ചിരിക്കുന്നോണ്ട് മറന്നുപോയോ സമയത്ത്, അല്ലെങ്കിൽ വയ്യാതിരുന്നുവോ? എന്താ സംഭവിച്ചത്? അഗ്നിഹോത്രം മുടങ്ങിപ്പോയോ എന്നാണ് ചോദ്യം. അഗ്നിഹോത്രം മുടങ്ങരുത് എന്നാണ് അതിന്റെ അർത്ഥം. ആര് ചെയ്യേണ്ടിയിരുന്നു? ഭാര്യ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ സ്ത്രീകൾ അഗ്നിഹോത്രം നടത്തിയിരുന്നു എന്നതാണ് ഭാഗവതം ഇവിടെ പറയുന്നത്. കശ്യപ പ്രജാപതി പറയുന്നത്, വ്യാസൻ പറയുന്നത്, ശ്രീ ശുഖബ്രഹ്മർഷി പറയുന്നത്, സൂതൻ പറയുന്നത്, എല്ലാരും പറഞ്ഞിരിക്കണു സ്ത്രീകൾ അഗ്നിഹോത്രം ചെയ്തിരുന്നു. അപ്പൊ സ്ത്രീകൾക്ക് ഉപനയനമുണ്ടായിരുന്നു. അതിനെയാണ് പിന്നീട് കാലം കൊണ്ട് സ്ത്രീകളുടെ പൂണൂലിനെ എടുത്ത് പുരുഷന്മാര് ധരിക്കാൻ തുടങ്ങി. വിവാഹം കഴിയുന്ന പുരുഷന്മാർ വിവാഹത്തിന് മുമ്പ് 3 ത്രെഡേ ഉണ്ടാവുള്ളൂ. 3 നൂലാണ്. ബ്രഹ്മചാരിയുടെ പൂണൂല് നമ്മുടെ തമിഴ് ബ്രാഹ്മിൺസിന്റെയൊക്കെ സമ്പ്രദായത്തിൽ വിവാഹം കഴിയുന്നതോടുകൂടി ഭാര്യയുടെ ഉപനയനം കൂടി അയാള് വഹിക്കണം. അപ്പോ 6 നൂലായി, 6 ത്രെഡായി. അത് കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി സീമന്തം എന്ന് പറയുന്ന സീമന്തോന്നയന സംസ്കാരം കഴിയുമ്പോൾ ആ ഗർഭത്തിൽ ഉറച്ചിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടും അച്ഛൻ ഒരു 3 നൂലും കൂടെ, അങ്ങനെ 9 നൂല്. ആദ്യം മൂത്ത പുത്രന് മാത്രമേ അത് ആവശ്യമുള്ളൂ. മൂത്ത കുട്ടിക്ക് വേണ്ടി 3 നൂല്. അപ്പൊ അച്ഛനാവുന്നതോടുകൂടി അയാള് 9 ത്രെഡാണ് ധരിക്കുന്നത്. പിന്നീട് ഈ കുട്ടി പ്രായമാവുമ്പോൾ അവന് ഉപനയനം ചെയ്തു കൊടുക്കുമ്പോൾ ഇത് വേണമെങ്കിൽ അയാൾക്ക് അഴിക്കാം. പക്ഷെ വേറെ അടുത്ത കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, പിന്നെയും പിന്നാലെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളത് ധരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് താനൊരു പിതാവാണെന്നുള്ള സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ 9 നൂലോട് കൂടിയിട്ടാണ് ഈ ഒരു ഗൃഹസ്ഥൻ അച്ഛനാവുന്നതോടുകൂടി നടക്കുന്നത് ഉപനയനം അദ്ദേഹത്തിന്റെ. അപ്പൊ ഭാര്യയുടെ പൂണൂല് അയാൾ കഴുത്തിൽ കൊണ്ടു നടക്കുകയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഭാര്യ തന്നെയാണ്, സ്ത്രീ തന്നെയാണ് ഉപനയനം ചെയ്തിരുന്നത്. ബ്രഹ്മചാരിണിമാർ, വേദവാദിനികൾ, ഋഷീകകൾ എന്നൊക്കെ പറഞ്ഞ വേദത്തില് ഇങ്ങനെയുള്ള ഋഷിമാരുടെ സ്ത്രീലിംഗമാണ് ഋഷീക. അതുപോലെ ബ്രഹ്മചാരി എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ബ്രഹ്മചാരിണി. വേദവാദിനി, ബ്രഹ്മവാദിനി എന്ന് വെച്ചാൽ വേദം പഠിപ്പിക്കുന്നവൾ കൂടിയാണ് അവിടെ. അപ്പൊ ഗുരുകുലങ്ങളിൽ വേദം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പണ്ടേ ഉണ്ടായിരുന്നു. സ്ത്രീകൾ ടീച്ചേഴ്സായിട്ട് വേദം പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ കാലം കൊണ്ട് അനാചാരങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. തിരുത്താം, ആവും പോലെയൊക്കെ തിരുത്താം. നമുക്ക് സാധിക്കും പോലെയൊക്കെ അതിനെ തിരിച്ചു കൊണ്ടുവരാം. യാതൊരു ദോഷവുമില്ല അതുകൊണ്ട്.
അപ്പോ എന്താ പറയുക, ചില ആളുകള് സ്ത്രീകൾ ഭാഗവതം വായിക്കരുത് എന്നൊക്കെ പറയുന്നത് ഈ സത്യമൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമല്ലേ? അതുകൊണ്ട് സ്ത്രീകൾ ഭാഗവതമേ തുടരണ്ട, എല്ലാം അറിഞ്ഞു പോയാലോ. ഇപ്പൊ സ്ത്രീകൾ എങ്ങനെ ഇതൊക്കെ അറിയാതെ ധർമ്മം ആചരിക്കുക? സ്ത്രീകൾ ധർമ്മം ആചരിച്ചാലല്ലേ ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കുള്ളൂ, ഈ ലോകം നിലനിൽക്കുള്ളൂ, എല്ലാവർക്കും സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും അറിവ് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് സ്ത്രീകൾ ഭാഗവതം പഠിക്കണം, സ്ത്രീകൾ വേദം പഠിക്കണം, സ്ത്രീകൾക്ക് യജ്ഞോപവീതം ധരിക്കാം, സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെയുള്ളതായിട്ടുള്ള അഗ്നിഹോത്രാദികൾ ആവാം. നമ്മുടെയൊക്കെ ഗുരുകുലങ്ങളിലും ഒക്കെ അനുവദനീയമാണ്. ചിന്മയ മിഷന്റെ സാന്ദീപനി സാധനാലയാവട്ടെ, ആർഷവിദ്യാ ഗുരുകുലങ്ങളാവട്ടെ, അമൃതാനന്ദമയി ആശ്രമങ്ങളാകട്ടെ, ഇവിടെയൊക്കെ ബ്രഹ്മചാരിണിമാരുണ്ട്, അവർക്ക് ട്രെയിനിങ് ഉണ്ട്, അവർ പൂജാദികൾ ചെയ്യുന്നുണ്ട്, അവര് ഹോമങ്ങൾ ചെയ്യുന്നുണ്ട്. അമൃതാനന്ദമയി ആശ്രമത്തിലെ എല്ലാ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നത് പോലും സ്ത്രീകളാണ്. പലയിടത്തും നിത്യപൂജ ചെയ്യുന്നത് സ്ത്രീകളാണ്. നല്ലതാണ്, ഉത്തമമാണ്. പറഞ്ഞു വന്നത് അഗ്നയസ്സുവേളായാം നഹുതാഹ വിശാസതി ത്വയോദ്വിഗ്നധിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിച്ചിത്. ഞാൻ എവിടെയെങ്കിലും പോയതായിട്ടുള്ള സമയത്ത്, ഞാൻ സ്ഥലത്തില്ലാത്തപ്പോൾ നീ അഗ്നിഹോത്രത്തെ ചെയ്യാതിരുന്നുവോ? ഏതെങ്കിലും ദുഃഖം കാരണമായിട്ട്, എന്തെങ്കിലും വിഷമം കാരണമായിട്ട്. യത്പൂജയാ കാമദുഃഖാൻ യാതി ലോകാൻ ഗൃഹാൻവിതഃ ബ്രാഹ്മണോഗ്നിശ്ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം. യത്പൂജയാ കാമദുഃഖാൻ യാതി ലോകാൻ ഗൃഹാൻവിതഃ ബ്രാഹ്മണോഗ്നിശ്ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം. അപ്പോ ഗൃഹാൻവിതഃ, ഗൃഹത്തോടുകൂടിയവൻ, ഗൃഹസ്ഥാശ്രമി. ഒരു ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഒരാൾ യത് പൂജയാ കാമദുഃഖാൻ ലോകാൻ യാതി. യത് പൂജയാ, ഏതൊരു പൂജ കൊണ്ട്, അഗ്നിഹോത്രാദികൾ കൊണ്ട് എന്നർത്ഥം. ഏതൊരു അഗ്നിഹോത്രം തുടരുന്നത് കൊണ്ട് കാമദുഃഖാൻ ലോകാൻ യാതി. കാമദുഃഖ എന്ന് പറഞ്ഞാൽ കാമങ്ങളെ ദോഹനം ചെയ്യുന്നത്, ഇഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നത്, സ്വർഗാദി ലോകങ്ങൾ എന്നർത്ഥം. ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ ഇഷ്ടം പോലെ ലഭിക്കുന്ന സ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ലോകങ്ങളെ യാതി പ്രാപിക്കുന്നു. അപ്പൊ സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കണമെങ്കിൽ, പിതൃലോകങ്ങളെ പ്രാപിക്കണമെങ്കിൽ, ഊർധ്വലോകങ്ങളെ പ്രാപിക്കണമെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമി ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അതിൽ അഗ്നിഹോത്രം പ്രധാനമാണ്. അത് ഭർത്താവിന് വയ്യാതിരിക്കുമ്പോഴോ, അദ്ദേഹം എന്താ പറയുക, പ്രവാസം ചെയ്യുമ്പോഴോ ഭാര്യ ചെയ്യണം. അപ്പൊ ഭാര്യ നേരത്തെ തന്നെ ഇത് കണ്ട് ഒപ്പം പഠിച്ചിരിക്കണം. അല്ലാതെ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് ഭർത്താവിന് വയ്യാതെയായി, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാനും പാടില്ല. അപ്പൊ ഭർത്താവ് ചെയ്യുമ്പോൾ കൂടെ നിന്ന് പഠിക്കണം. ഗൃഹത്തിൽ മറ്റ് കർത്തവ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് അതിന് ഒഴിവുണ്ടാക്കിക്കൊണ്ട്, ഒഴിവുള്ളപ്പോഴൊക്കെ കൂടെ നിന്ന് സഹായിച്ചുകൊണ്ട്, എന്താണ് ഭർത്താവ് മന്ത്രങ്ങൾ ചൊല്ലുന്നത്, എങ്ങനെയൊക്കെയാണ് ഹവിസ് സമർപ്പിക്കുന്നത്, ഭർത്താവ് ഏതൊക്കെ രീതിയിലാണ് തർപ്പണാദികൾ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്നാലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ കോമ്പൻസേറ്റ് ചെയ്യണം എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഗൃഹാൻവിതഃ യത് പൂജയാ കാമദുഃഖാൻ ലോകാൻ യാതി ബ്രാഹ്മണഃ അഗ്നിഃ ച സർവദേവാത്മനഃ വിഷ്ണോഃ മുഖം വൈ. ബ്രാഹ്മണരും അഗ്നിയും, ബ്രാഹ്മണര് ഭൂമിയിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാന്റെ മുഖമാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത്. വിരാട് പുരുഷന്റെ വായാണ്, മുഖമാണ് ബ്രാഹ്മണർ. അതുപോലെ അഗ്നിയും ഭഗവാന്റെ മുഖമാണ്, വായയാണ്. അഗ്നിയിലേക്ക് നിങ്ങൾ ഹോമിക്കുമ്പോൾ ഭഗവാൻ തൃപ്തനാകുന്നു, ഭഗവാൻ സന്തോഷിക്കുന്നു. കാരണം അഗ്നി ഭഗവാന്റെ വായയാണ്. അപ്പോ ബ്രാഹ്മണഃ അഗ്നിഃ സർവദേവാത്മനഃ വിഷ്ണോഃ, സർവദേവന്മാരുടെയും ആത്മസ്വരൂപനായ വിഷ്ണുവിന്റെ, സർവവ്യാപിയായ വിരാട് പുരുഷന്റെ മുഖം വൈ, മുഖമാകുന്നുവല്ലോ. അതുകൊണ്ട് അഗ്നിയിൽ ഹോമിച്ചാൽ വിഷ്ണുവിനുള്ള പൂജയായി.
സർവവ്യാപകനായിരിക്കുന്ന വിഷ്ണു പ്രസാദിക്കുന്നു. ബ്രാഹ്മണരുടെ മുഖത്ത് ഹോമിച്ചാൽ, വായിൽ അവർക്ക് അന്നം കൊടുത്താൽ, അന്നദാനം ചെയ്താൽ അവർ ഭഗവാൻ സന്തോഷിക്കും. ഭഗവാനുള്ളതാണത്. ആരാണ് ബ്രാഹ്മണർ എന്നുള്ളത് ശങ്ക വേണ്ട. കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണ്യം നേടുന്നത്, സ്വഭാവം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നത്. ഗുണകർമ്മ വിഭാഗശഃ. അഭിസർവേ കുശലിനഃ തവ പുത്ര മനസ്വിനി ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം. അഭിസർവേ കുശലിനഃ തവ പുത്ര മനസ്വിനി ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം. ഹേ മനസ്വിനി, അല്ലയോ ധീരയായിരിക്കുന്നവളെ, മനസ്സിനെ നല്ലതുപോലെ അടക്കുന്നവളെ അതിഥി ദേവി. സർവേ പുത്രാഹ അഭികുശലിനഃ. അവസാനമാണ് ശരിക്കും അതിഥി ദേവി പ്രതീക്ഷിക്കുന്ന ചോദ്യം ചോദിക്കുന്നത്. അതും അപ്പോ മനസ്സിലാക്കിയാര് കശ്യപ പ്രജാപതി. ആദ്യം ധാർമ്മികമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതൊന്നും അല്ല എന്നുള്ള മട്ടില് അതിഥി നിൽക്കുന്നതായിട്ടുള്ള സമയത്താണ് യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണോ? തവ സർവേ പുത്രാഹ കുശലിനഃ അഭി. നിന്റെ എല്ലാ പുത്രന്മാർക്കും സുഖം തന്നെയല്ലേ? അവരൊക്കെ കുശലികൾ തന്നെയല്ലേ? ലക്ഷണൈഹി ഭവത്യാഹ ആത്മാനം അസ്വസ്ഥം അഹം ലക്ഷയേ. അഹം ലക്ഷയേ, ഞാൻ ലക്ഷീകരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഊഹിക്കുന്നു. എന്ത്? ലക്ഷണൈഹി, അങ്ങയുടെ അമ്മയുടെ ദേവിയുടെ ലക്ഷണങ്ങളെ കൊണ്ട്, മുഖഭാവങ്ങളെ കൊണ്ട്. ഭവത്യാഹ ആത്മാനം അസ്വസ്ഥം, ഭവതിയുടെ ആത്മാ അസ്വസ്ഥമാണ്, അത് സ്വസ്ഥമല്ല എന്ന് വേറെന്തൊക്കെയോ ചിന്താഗ്രസ്തയായിരിക്കുന്നു, മനസ്സിരുത്താൻ കഴിയുന്നില്ല ഒരു കാര്യത്തിലും എന്ന്. അഹം ലക്ഷയേ, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കാണുന്നു. അപ്പൊ നിന്റെ മുഖഭാവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീ സ്വസ്ഥയല്ല, നിന്നെ അലട്ടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നിന്റെ കുട്ടികളെ സംബന്ധിച്ച് തന്നെയാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മക്കളുടെ കാര്യം ചോദിച്ചു. അഭിസർവേ കുശലിനഃ തവ പുത്ര മനസ്വിനി ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം. നമുക്ക് നാളെ ഇല്ല, മറ്റന്നാൾ തുടരാം. നാളെ ഒരു പ്രോഗ്രാമുണ്ട്. മലപ്പുറം അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു നരസിംഹ ക്ഷേത്ര പ്രതിഷ്ഠയിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം. അപ്പം അത് പോയിട്ട് വൈകുന്നേരമാണെങ്കിൽ ആഞ്ജനേയ ക്ഷേത്രത്തിലെ പ്രഭാഷണമുണ്ട്, അത് ദിവസമുണ്ട്. നാളത്തോടുകൂടി, നാളെയും മറ്റന്നാളും കൂടി ആഞ്ജനേയ ക്ഷേത്രത്തിലെ പരിപാടി കഴിയും. എന്തായാലും നാളെ ഇത് കഴിഞ്ഞാൽ 16-ാം തീയതി രാവിലത്തെ ക്ലാസ് എടുക്കാം. 16-ാം തീയതി നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു നവവത്സര ആശംസകൾ. എല്ലാ ഐശ്വര്യവും ആധ്യാത്മികമായിട്ടുള്ള ഉയർവും ഉണർവും നല്ല ഭക്തി എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ.